ഹലോ എവരിവൺ, എല്ലാവർക്കും ദിശ അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. RRB NTPC അതുപോലെ ജൂനിയർ എഞ്ചിനീയർ JEE എക്സാം എന്നീ എക്സാമുകൾക്ക് വേണ്ടിയുള്ള ക്ലാസ്സുകൾ നമ്മൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഓൾറെഡി ബേസിക് ആയിട്ടുള്ള 2 ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു മാത്സിൻ്റെ. അപ്പോൾ ഇന്ന് മുതൽ നമ്മൾ ഓരോ ടോപ്പിക്ക്, ഓരോ ചാപ്റ്റർ എടുത്തിട്ട് അതിലെ പ്രീവിയസ് ഇയർ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു അജണ്ടയുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി നിങ്ങൾ ആ ഒരു ടോപ്പിക്ക് നിങ്ങൾ കുറച്ചെങ്കിലും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ എളുപ്പമാവും. അങ്ങനെ പഠിച്ചിട്ടില്ല എന്നുള്ളവർക്ക് കൂടി നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഓരോ ക്വസ്റ്റ്യനും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ എടുത്തിട്ട് അതിൻ്റെ ആ ക്വസ്റ്റ്യനിൽ ഒരു 3 ലെവൽ 3 ലെവൽ സൊല്യൂഷൻ തരാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഈ 3 ലെവൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ലെവൽ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇത് പഠിച്ചിട്ടേ ഇല്ല, ഈ ഒരു ചാപ്റ്റർ പഠിച്ചിട്ടേ ഇല്ല, ഒരു കൺസെപ്റ്റും അറിയില്ല. നമുക്ക് ക്വസ്റ്റ്യൻ വഴി എങ്ങനെ ഈ ഒരു ചാപ്റ്ററിലെ കൺസെപ്റ്റുകൾ പഠിക്കാം, ക്വസ്റ്റ്യൻ വഴി കൺസെപ്റ്റ് പഠിക്കാം. അപ്പോൾ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സൊല്യൂഷൻ. ഈ ഡീറ്റെയിൽഡ് സൊല്യൂഷൻ ആർക്ക് വേണ്ടിയാണ്? നിങ്ങൾ ഇതുവരെ പഠിച്ചിട്ടില്ല അല്ലെങ്കിൽ കൺസെപ്റ്റുകൾ ക്ലിയർ അല്ല എന്നുള്ളവർക്ക് വേണ്ടി. ഇനി രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു നോർമൽ ലെവലിൽ നിങ്ങൾ പഠിച്ച ആൾ എങ്ങനെ ചെയ്യണം. മൂന്നാമത്തത് നമ്മളുടെ പെൻ ഫ്രീ ആയിട്ടുള്ള മെത്തേഡ്. അപ്പോൾ നിങ്ങളെ ഞാൻ പെൻ ഫ്രീ ആയിട്ടുള്ള മെത്തേഡിലേക്ക്, NTPCക്ക് വേണ്ടി, റെയിൽവേക്ക് വേണ്ടി പെൻ ഫ്രീ ആയിട്ടുള്ള മെത്തേഡിലേക്ക് നിങ്ങളെ കൊണ്ടുപോവുകയാണ്. പക്ഷേ അതിന് മുമ്പ് നിങ്ങൾ ദയവായിട്ട് കഴിഞ്ഞ 2 ക്ലാസ്സുകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ പെൻ ഫ്രീ ആയിട്ടൊക്കെ ക്വസ്റ്റ്യൻസ് ചെയ്യണമെങ്കിൽ. അപ്പോൾ ഈ പെൻ ഫ്രീ ആയിട്ട് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ ഡീറ്റെയിൽഡ് മെത്തേഡും നോർമൽ മെത്തേഡും കഴിഞ്ഞ് പെൻ ഫ്രീ എന്നുള്ള മെത്തേഡിലോട്ട് വരുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് ബാക്കിയുള്ള മെയിൻലി നോർത്ത് ഇന്ത്യൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ കോമ്പീറ്റ് ചെയ്യുന്ന ആൾക്കാരുടെ സ്പീഡ് അല്ലെങ്കിൽ അവരുടെ കൂടെ കോമ്പീറ്റ് ചെയ്ത് നിങ്ങൾക്ക് ആ കട്ട് ഓഫ് ക്ലിയർ ചെയ്യണം, നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്ന മാർക്ക് കിട്ടണം, അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് പോസ്റ്റിംഗ് കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ പെൻ ഫ്രീ അല്ലെങ്കിൽ ഏറ്റവും സമയം കുറച്ച് പേന എടുക്കാതെ ചെയ്യണം. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒട്ടും പേന എടുക്കണം എന്നല്ല, നിങ്ങളുടെ കഴിവിനനുസരിച്ച് മാക്സിമം സ്റ്റെപ്പ് കുറച്ച്, മാക്സിമം ടൈം സേവ് ചെയ്ത് ചെയ്യുന്ന മെത്തേഡാണ്. അതൊരിക്കലും ഫസ്റ്റ് ടൈം ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്ക് പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു 2 സ്റ്റെപ്പ് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യുന്നത്, ആ മൂന്നാമത്തെ ഇതിൽ. അപ്പോൾ ഈ ഒരു പെൻ ഫ്രീയിലോട്ട് എത്താൻ വേണ്ടിയാണ് നിങ്ങൾ ശ്രമിക്കേണ്ടത്. ഇപ്പോൾ നിങ്ങൾ ഈ ഒരു ക്ലാസ്, ഇങ്ങനെ ഒരു ഓൺലൈൻ കോഴ്സ് നമ്മളുടെ ദിശ ലേണിംഗ് ആപ്പ് പുതിയ ആപ്ലിക്കേഷനിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു കോഴ്സ് എടുക്കുകയാണെങ്കിൽ പിന്നെ പ്രോ ലെവലിൽ തന്നെ നിങ്ങൾ സെറ്റ് ആവുന്ന രീതിയിലുള്ള ക്ലാസ്സുകൾ ഉണ്ട് അവിടെ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു യൂട്യൂബിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു ക്ലാസ്സുകൾ നമ്മൾ സത്യത്തിൽ ആ ഒരു തിയറി പഠിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നല്ല രീതിയിൽ ചെയ്യേണ്ടത്. അപ്പോൾ യൂട്യൂബിലെ ക്ലാസ് ആയതുകൊണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യും, നമ്മൾ ക്വസ്റ്റ്യൻസിലൂടെ നമ്മൾ കൺസെപ്റ്റ് പഠിക്കും. അതുപോലെ എങ്ങനെ നിങ്ങളത് പേന എടുക്കാതെ ഓരോ ക്വസ്റ്റ്യൻ ചെയ്യാം എന്നുള്ള ലെവൽ വരെ എന്ത് ചെയ്യും, നമ്മൾ ഓരോ ക്വസ്റ്റ്യനിലും നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കുറച്ച് സമയം എടുത്തായിരിക്കും എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, പക്ഷേ നിങ്ങൾക്ക് അത് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇത് കോഴ്സ് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഡെമോ ക്ലാസ്സുകളും എല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ പുതിയ ആപ്ലിക്കേഷനാണ്, ഒരുപാട് ഫീച്ചേഴ്സ് ഉള്ള ഒരു ആപ്ലിക്കേഷനാണ്. നിങ്ങൾക്ക് പ്ലേ സ്റ്റോറും ആപ്പ് സ്റ്റോറിൽ നിന്നും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അതിൻ്റെ കോഴ്സുകളൊക്കെ അവൈലബിൾ ആണ്. നിങ്ങൾക്കത് ഡെമോ ക്ലാസ്സുകൾ കണ്ടിട്ട് നിങ്ങളുടെ പ്രിപ്പറേഷനിൽ അത് സഹായിക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ വേറെ എവിടെയും പോയി ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് മെൻ്റൽ സപ്പോർട്ടും എല്ലാം ഉള്ളതാണ്. നിങ്ങൾക്ക് അത് വന്ന് ക്ലാസ്സുകൾ കണ്ട് പഠിക്കാം. ഓക്കെ, കറക്റ്റ് ഒരു സിസ്റ്റമാറ്റിക് വേയിൽ എല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻസും ഇനി വരാൻ പോകുന്ന എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസും എല്ലാം ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ക്ലാസ്സിലാണ്. ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. ഇത് ഓഫ്ലൈൻ സെൻറ്റേഴ്സിൻ്റെ ഡീറ്റെയിൽസ് ആണ്. നിങ്ങൾക്ക് അങ്ങനെ പഠിക്കണം എന്നുള്ളൊരു പഠിക്കുക. എന്തായാലും നിങ്ങൾ നന്നായിട്ട് വർക്ക് ചെയ്യുക. അതിന് നിങ്ങൾ കറക്റ്റായിട്ടുള്ള ഒരു റൈറ്റ് ആയിട്ടുള്ള ഒരു മെൻറ്ററെ അല്ലെങ്കിൽ റൈറ്റ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ തിരഞ്ഞെടുക്കാം. ഓക്കെ, യെസ്. അപ്പോൾ ഇന്ന് നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക് ഏതിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്? പെർസെൻറ്റേജ് എന്ന് പറയുന്ന ടോപ്പിക്കിലെ ചാപ്റ്ററിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ പെർസെൻറ്റേജ് എന്ന് പറയുന്ന ചാപ്റ്റർ അരിത്തമെറ്റിക് മാത്സിൻ്റെ ഏറ്റവും ബേസ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. അപ്പോൾ ഇത് നന്നായിട്ട് അറിഞ്ഞാൽ മാത്രമേ അരിത്തമെറ്റിക് മാത്സ് സെറ്റ് ആക്കാൻ പറ്റത്തുള്ളൂ. വേറൊരു കാര്യം, ഡെയിലി മാത്സിൻ്റെ എക്സസൈസ് ചെയ്യുക. സീക്രട്ട് ഓഫ് സ്പീഡ് മാത്സ് വീഡിയോ ഓൾറെഡി യൂട്യൂബിലുണ്ട്, ജസ്റ്റ് സെർച്ച് ചെയ്താൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിങ്ങൾ അറിയേണ്ട കാര്യങ്ങളുണ്ട്, മസ്റ്റായിട്ടും അറിയേണ്ട കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു മണിക്കൂർ വീഡിയോ ഉണ്ട്. നിങ്ങൾ വേറെ ഒന്നും ചെയ്യേണ്ട, യൂട്യൂബിൽ പെർസെൻറ്റേജ് ദിശ അക്കാഡമി എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ അതിൽ വരുന്ന ഈ ക്ലാസ് പെർസെൻറ്റേജ് ഫോർ SSC എക്സാംസ് ഓൾ കൺസെപ്റ്റ് കവേർഡ്. അപ്പോൾ ഇത് SSC എക്സാമിന് വേണ്ടി മാത്രമല്ല, നമ്മുടെ റെയിൽവേ എക്സാംസിനും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 1 മണിക്കൂറുള്ള ഈ വീഡിയോ ദയവായിട്ട് നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ദയവായിട്ട് ഇത് കാണാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ അത് നിങ്ങളുടെ ഈ ഒരു ചാപ്റ്ററിനെ പറ്റി കൂടുതൽ അറിയാൻ വേണ്ടി, കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങളെ ഹെൽപ്പ് ചെയ്യും.
ഇന്ന് നമുക്ക് നമ്മളുടെ ക്വസ്റ്റ്യൻസ് വഴി നമുക്ക് എങ്ങനെ ഈ പെർസെൻറ്റേജിൽ പ്രീവിയസ് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓൾറെഡി പഠിച്ചവർക്ക് വളരെ അധികം യൂസ്ഫുൾ ആയിരിക്കും. ഇനി പഠിക്കാനുള്ളവർക്കും അത് പഠിക്കാനായിട്ട് ഒരു സഹായകമാവുന്ന തരത്തിലുള്ള രീതിയിലായിരിക്കും ഇന്നത്തെ ക്ലാസ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ദയവായിട്ട് മുഴുവനായിട്ടും ക്ലാസ് കാണാൻ ശ്രമിക്കുക. തുടക്കം മുതൽ അവസാനം വരെ ക്ലാസ് കാണാൻ ശ്രമിക്കുക. ഓക്കെ, ഇപ്പം നമുക്ക് ക്വസ്റ്റ്യൻസ് വഴി ഇതെല്ലാം പ്രീവിയസ് ആയിട്ട് റെയിൽവേക്ക് വന്നിട്ടുള്ള NTPCക്ക് വന്നിട്ടുള്ള ജൂനിയർ എഞ്ചിനീയർ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പം നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് വഴിയും നമുക്ക് എങ്ങനെ ആണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് പഠിക്കാം. ഓക്കെ, എ സ്റ്റുഡൻറ്റ് മൾട്ടിപ്ലൈഡ് എ നമ്പർ ബൈ 3/5 ഇൻസ്റ്റെഡ് ഓഫ് 5/3. വാട്ട് ഈസ് ദ പെർസെൻറ്റേജ് എറർ ഇൻ ഹിസ് കാൽക്കുലേഷൻ? അപ്പോൾ ഇത് ഞാൻ ലെവൽ 1 സൊല്യൂഷൻ പറഞ്ഞുതരാം. ഒരാൾ ഒരു നമ്പറിനെ 3/5 ഉണ്ട്. അപ്പം ലെവൽ 1ഉം 2ഉം ഏകദേശം ചിലപ്പം ബേസിക് ആയിട്ട് ഉള്ളതും ഡീറ്റെയിൽ ആയിട്ടുള്ളതും എന്ത് തന്നെ ആയിരിക്കും? സെയിം തന്നെ, നോർമലും സെയിം തന്നെ ആയിരിക്കും. അപ്പോൾ 1ഉം 2ഉം ഒരു ഇതിലെഴുതാം. നമ്മളുടെ പ്രോ ലെവൽ പെൻ ഫ്രീ സൊല്യൂഷൻ അടുത്ത ലാസ്റ്റ് ആയിട്ട് പറയാം. അപ്പോൾ ഓരോ ക്വസ്റ്റിനും നിങ്ങളെ ഞാൻ എങ്ങനെ അതിൻ്റെ ബെസ്റ്റ് മെത്തേഡും അതിൻ്റെ ബേസിക് ആയിട്ടുള്ള മെത്തേഡും പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ അതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. നമ്മൾ ബെസ്റ്റ് മെത്തേഡ് മാത്രം പറഞ്ഞു പോയാൽ കാര്യമില്ല. ഓക്കെ, യെസ്. ഇവിടെ നോക്കൂ, ഒരു സ്റ്റുഡൻറ്റ് മൾട്ടിപ്ലൈഡ് എ നമ്പർ ബൈ 3/5 ഇൻസ്റ്റെഡ് ഓഫ് 5/3. അതായത് 5/3 കൊണ്ട് ഗുണിക്കുന്നതിന് പകരം അയാൾ എത്ര കൊണ്ടാണ് ഗുണിച്ചത്? 3/5 കൊണ്ടാണ് ആ നമ്പറിനെ ഗുണിച്ചത്. വാട്ട് ഈസ് എ പെർസെൻറ്റേജ് എറർ ഇൻ ദ കാൽക്കുലേഷൻ? ഓക്കെ, എന്താണ് അവിടുത്തെ പെർസെൻറ്റേജ് എറർ എന്ന് പറയുന്നത്? അപ്പോൾ ബേസിക് ആയിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഒരാൾ എങ്ങനെയാണ് ചെയ്യുന്നത്? ഇതിനൊരു ഫോമുലയൊക്കെ എഴുതും. പെർസെൻറ്റേജ് എറർ എന്ന് പറഞ്ഞാൽ എറർ എത്രയാണോ എറർ സംഭവിച്ചത് ഡിവൈഡഡ് ബൈ കറക്റ്റ് വാല്യൂ ഇൻറ്റു 100 എന്നിട്ട് എന്ത് ചെയ്യും? പെർസെൻറ്റേജ് സിമ്പിൾ ഇടും. അപ്പോൾ എന്താണ് പെർസെൻറ്റേജ് എന്നും ഉള്ള കാര്യമൊക്കെ ആ വീഡിയോയിൽ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ട് മനസ്സിലാക്കണം. അപ്പോൾ ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത് ഞാൻ ഇവിടെ നിങ്ങൾ പറഞ്ഞുതരാം. കറക്റ്റ് വാല്യൂവിൽ എത്രയാണ് എറർ സംഭവിച്ചത്, എന്നാൽ 100ൽ എത്ര. അപ്പോൾ 100ൽ എത്ര, ഈ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ 100ൽ എത്ര, അതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ കറക്റ്റ് വാല്യൂവിൽ ഇത്രയാണ് എറർ, എന്നാൽ 100ൽ എത്ര. അപ്പോൾ ഇൻറ്റു 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതുകൊണ്ട് അതിൻ്റെ എഫക്റ്റ് മാറ്റാൻ വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ഈ പെർസെൻറ്റേജിൻ്റെ സിമ്പിൾ ഇടുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? അപ്പോൾ അയാൾ എത്ര കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടിരുന്നത്? 5/3 കൊണ്ടായിരുന്നു മൾട്ടിപ്ലൈ ചെയ്തേണ്ടിരുന്നത്. ഇത് ഡീറ്റെയിൽ സൊല്യൂഷനാണ്. പക്ഷേ അയാൾ എത്ര കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്തത്? 3/5 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്തത്. അപ്പം നിങ്ങൾ ഇതിന് ഒരു ഷോർട്ട് കട്ടായിട്ട് പഠിച്ചാൽ മതി. അപ്പോൾ ഇത് കറക്റ്റായിട്ട് ചെയ്യേണ്ടുന്ന കാര്യം ഇതായിരുന്നു. പക്ഷെ അയാൾ തെറ്റായിട്ട് റോങ് ആയിട്ട് ചെയ്തത് എന്താണ്? 3/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ 5/3 കൊണ്ട് ചെയ്യേണ്ടടുത്ത് 3/5 കൊണ്ട് ചെയ്തു. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റിനകത്ത് നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഇതിനെ ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അതായത് ഇവിടുത്തെ 5 കൊണ്ട് ഈ 5നെ മൾട്ടിപ്ലൈ ചെയ്യാം. എത്ര വരും? 25. ഇവിടുത്തെ 3 കൊണ്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യാം. എത്ര വരും? 9. 3 × 3 9. ഓക്കെ, ഒന്നുകിൽ നിങ്ങൾക്ക് ഡിനോമിനേറ്ററിൻ്റെ LCM എടുത്തിട്ട് 3ൻ്റെ 5ൻ്റെ LCM എത്രയാണ്? 15 ആണ്. 15 കൊണ്ട് ഇവിടെയും മൾട്ടിപ്ലൈ ചെയ്യാം. അതിലും എളുപ്പമായിട്ട് എന്ത് ചെയ്യാം? നിങ്ങൾ ക്രോസ് ആയിട്ട് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ അതിനർത്ഥം എന്താ? കറക്റ്റ് വാല്യൂ 25 യൂണിറ്റ് ആയിരുന്നു എന്നുണ്ടെങ്കിൽ റോങ് അയക്ക് കിട്ടിയ എത്ര ആയിരിക്കും? 9 യൂണിറ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ 1 അസ്യൂം ചെയ്തതുകൊണ്ടാണ്. അപ്പോൾ വേറെ വാല്യൂ അസ്യൂം ചെയ്താൽ ഇതിനനുസരിച്ച് റേഷ്യോ ഇത് തന്നെ ആയിരിക്കും. 25 ആണെങ്കിൽ അയാൾക്ക് റോങ് ആയിട്ട് കിട്ടിയത് എത്രയാണ്? 9 ആണ്. 50 ആവുമ്പോൾ ഇത് എത്ര ആവും? 18 ആവും. 2 കൊണ്ട് ഗുണിക്കുമ്പോൾ. ഓക്കെ, അപ്പോൾ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള റേഷ്യോ കിട്ടണമെങ്കിൽ ഇതുപോലെ ക്രോസ് ചെയ്താൽ മതി. അപ്പോൾ 25 കറക്റ്റ് വാല്യൂ കിട്ടേണ്ടടുത്ത് അയാൾക്ക് കിട്ടിയത് എത്രയാണ്? 9 ആണ്. അപ്പോൾ ഇവിടെ എത്രയാണ് എറർ സംഭവിച്ചത്? 25 ആയിരുന്നു അയാൾക്ക് കിട്ടേണ്ടത്. അയാൾക്ക് എത്ര കിട്ടിയത്? 9 കിട്ടിയത്. അപ്പോൾ എത്രയാണ് കുറവ് കിട്ടിയത്? 16 അല്ലേ? 25 - 9. അപ്പോൾ 25 - 9 ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? 9ൽ നിന്നും എത്ര കൂട്ടിയാൽ 25 കിട്ടും എന്ന് നോക്കിയാൽ മതി. അപ്പോൾ 9ൻ്റെ കൂടെ 10 കൂട്ടിയാൽ 19, പിന്നെ 6 കൂടെ വേണം. അപ്പോൾ 16 ആണ് എന്ത് സംഭവിച്ചത്? അവിടെ എറർ സംഭവിച്ചത്. അപ്പോൾ നമ്മുടെ ആൻസർ എന്ത് വരും? ഇത് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്ന ഒരാൾ ചെയ്യുന്ന വഴിയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് എക്സാമിന് ടൈമിന് തീർക്കാൻ പറ്റത്തില്ല. പക്ഷേ പഠിക്കുന്ന സമയത്ത് ആദ്യമായിട്ട് പഠിക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെ തന്നെ പഠിക്കണം. ഓക്കെ, അപ്പോൾ ആൻസർ എന്ന് പറഞ്ഞാൽ 16 ആണ് അയാൾക്ക് എറർ സംഭവിച്ചത്. അതാണ് എറർ ഡിവൈഡഡ് ബൈ എത്രയിൽ? 25 വരേണ്ടടുത്ത് 25ൽ 16 എറർ സംഭവിച്ചു. അപ്പോൾ 25 ആയിരുന്നെങ്കിൽ അയാൾക്ക് 16 ആണ് എറർ സംഭവിച്ചത്. എന്നാൽ 100ൽ എത്ര എന്നിട്ട് എന്ത് ചെയ്യണം? പെർസെൻറ്റേജ് സിമ്പിൾ ഇടാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 25 100 വെട്ടിക്കഴിഞ്ഞ് 4 കിട്ടും. 16 × 4 64% ആണ് ഇവിടുത്തെ പെർസെൻറ്റേജ് എറർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള ഏറ്റവും അടിപൊളി വഴിയാണ്, ഏറ്റവും പെട്ടെന്ന് കിട്ടിയെന്ന് വിചാരിക്കും. പക്ഷേ ഇത്രയൊന്നും ഒരു ക്വസ്റ്റ്യന് നിങ്ങൾ എന്ത് എഴുതരുത്. ഇനി നമ്മളുടെ പെൻ ഫ്രീ ആയിട്ടുള്ള അല്ലെങ്കിൽ ബെസ്റ്റ് മെത്തേഡ് പറയട്ടെ. ഇതിൻ്റെ ഈ ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള ബെസ്റ്റ് മെത്തേഡ്, ഇനി നിങ്ങൾക്ക് ഇതേപോലത്തുള്ള ക്വസ്റ്റ്യൻ കിട്ടുവാണെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾ ചെയ്യേണ്ട കാര്യം 3/5 ഇൻസ്റ്റെഡ് ഓഫ് 5/3 ആണ്. 5/3 വേണ്ടടുത്ത് 3/5 ആണ് വന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇത് മനസ്സിലായാലേ ഇനി ബെസ്റ്റ് മെത്തേഡ് മനസ്സിലാവത്തുള്ളൂ.
എന്താ നമ്മൾ ചെയ്യുന്നത്? ഇതേ കാര്യങ്ങളെ തന്നെ നമ്മൾ എന്ത് ചെയ്യും? ഏറ്റവും സ്റ്റെപ്പ് മാക്സിമം കുറച്ച് നമ്മൾ ചെയ്യും. നോക്കൂ, ഇവിടെ വേണ്ടത് 5/3 ആയിരുന്നു വേണ്ടത്, 3/5 ആണ്. ഇപ്പോൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, 3 × 3 9, 5 × 5 25. അപ്പോൾ ഇതായിരുന്നു വേണ്ടത്. ഇപ്പോൾ 25ൻ്റെ സ്ഥാനത്ത് 9 കിട്ടിയത്. അപ്പോൾ എത്രയാണ് നഷ്ടം വന്നത്? 16 വന്നത്. ഇതൊക്കെ മൈൻഡ് ചെയ്യാനുള്ള സ്പീഡ് നിങ്ങൾ കാൽക്കുലേഷൻ ചെയ്ത് ഡെയിലി മാത്സിൻ്റെ എക്സസൈസ് ചെയ്ത് കാര്യങ്ങൾ പഠിച്ച് ആ സ്പീഡ് നിങ്ങൾ എത്തിക്കണം. അതിലോട്ട് എത്തിക്കാനായിരിക്കണം നിങ്ങൾ ട്രൈ ചെയ്യേണ്ടത്. അപ്പോൾ 16 നഷ്ടം വന്നത്. എത്രയില്? 25. അപ്പോൾ 1/25 എന്ന് പറഞ്ഞാൽ അപ്പോൾ നിങ്ങൾ ആ ഒരു ക്ലാസ് കണ്ടാൽ പെർസെൻറ്റേജിൻ്റെ ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാനിപ്പോൾ കാണിച്ച ക്ലാസ്സില്ലേ എല്ലാം നിങ്ങൾക്ക് മനസ്സിലാവും. 1/25 എന്ന് പറഞ്ഞാൽ 4% ആണ്. അപ്പോൾ 16 × 1/25 4% ആയതുകൊണ്ട് 16 × 1/25, അതായത് 16 × 4% നമുക്ക് എന്ത് ചെയ്യാം? 64%. ഒരു പേന എടുക്കാം. നിങ്ങൾക്ക് ഇതും എന്ത് ചെയ്യാം? എഴുതാതെ സ്കിപ്പ് ചെയ്യാം. 16/25 1/25 4% ആണ്. 16 × 4 എത്ര കിട്ടും? 64. പേന എടുക്കാതെ പെൻ ഫ്രീ ആയിട്ട് ചെയ്യാം. പക്ഷേ ഇത് ഞാൻ ആദ്യം വന്ന് നിങ്ങളടുത്ത് പെൻ ഫ്രീ ആയിട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുമായിരുന്നോ? ഇല്ല. നിങ്ങൾ പല ലെവലിലുള്ള ആൾക്കാരുണ്ട്. നിങ്ങളുടെ ലെവൽ ഇമ്പ്രൂവ് ചെയ്യാനുള്ള എല്ലാ ബേസിക് ക്ലാസ്സുകളും നമ്മളുടെ ഈ ഒരു ചാനലിൽ തന്നെ. ഞാൻ ആദ്യത്തെ 2 ക്ലാസ് അതുകൊണ്ട് മാത്രമാണ് ചെയ്തത്. നിങ്ങൾ എത്രത്തോളം വർക്ക് ചെയ്യുന്നു അതനുസരിച്ച് നിങ്ങളുടെ മാത്സും ഇമ്പ്രൂവ് ആവും. ഈ ക്വസ്റ്റ്യൻ പെൻ ഫ്രീ ആയിട്ട് ചെയ്തത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, യെസ്. അപ്പോൾ ഇനി ഈ മെത്തേഡിൽ നിങ്ങൾ അടുത്ത ക്ലാസ് തൊട്ട് ഇങ്ങനെ തന്നെ മതിയോ എന്നുള്ള കാര്യം നിങ്ങൾ കമൻ്റായിട്ട് ദയവായിട്ട് പറയാം. ഓക്കെ, ഇങ്ങനെ ഡീറ്റെയിൽഡ് മെത്തേഡും ബെസ്റ്റ് മെത്തേഡും ഇങ്ങനെ മതിയോ എന്ന് നിങ്ങൾ പറയാം. ഓക്കെ, യെസ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ഒരു ടൈപ്പ്. ദ പ്രൈസ് ഓഫ് ആൻ ആർട്ടിക്കിൾ വാസ് റെഡ്യൂസ്ഡ് ബൈ 15% ആൻഡ് ഇറ്റ്സ് ഡെയിലി സെയിൽ ഇൻക്രീസ്ഡ് ബൈ 25%. ഫൈൻഡ് ദ നെറ്റ് പെർസെൻറ്റേജ് എഫക്റ്റ് ഓൺ ഡെയിലി സെയിൽ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നന്നായിട്ട് പഠിച്ച ഒരാൾ എങ്ങനെയാണ് ചെയ്യുന്നത്? 25 - 15 10 - 3.75 6.25. ഓപ്ഷൻ ഡി എന്ത് ചെയ്യും? ഒരു പേന എടുക്കാതെ ചെയ്യും. പക്ഷേ ഇത് പേന എടുക്കാതെ ചെയ്യണമെങ്കിൽ ഇതിനകത്ത് കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഇതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്? ഇവിടെ പ്രൈസ് ഓഫ് ആൻ ആർട്ടിക്കിൾ റെഡ്യൂസ്ഡ് ബൈ 15%. അപ്പോൾ ഇവിടെ ഞാൻ കുറച്ച് നമ്മുടെ 1ഉം 2ഉം മെത്തേഡ്, നമ്മുടെ ബേസിക് ആയിട്ട് അല്ലെങ്കിൽ നോർമലായിട്ട് ചെയ്യുന്ന മെത്തേഡ്. നമ്മുടെ മെത്തേഡ് എന്താണ്? ബെസ്റ്റ് മെത്തേഡാണ്. ലാസ്റ്റ് പറയുന്നത് ബെസ്റ്റ് മെത്തേഡാണ്. ഓക്കെ, അപ്പോൾ നോർമൽ മെത്തേഡിൽ ഇതെങ്ങനെയാണ് ചെയ്യുന്നത്? ഒരു ആർട്ടിക്കിളിൻ്റെ പ്രൈസ്, ഈ കാര്യങ്ങളൊക്കെ ആ ഒരു ബേസിക് ക്ലാസ്സിലുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ പ്രൈസ് ഓഫ് ആൻ ആർട്ടിക്കിൾ, പ്രൈസ് ഇൻറ്റു സെയിൽ. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. പേനയ്ക്ക് 5 രൂപയാണ്, 10 പേന വിറ്റു, 10 എണ്ണം വിറ്റു, അതാണ് സെയിൽ എന്ന് പറയുന്നത്. ടോട്ടൽ എത്ര രൂപ കിട്ടി? 50 രൂപ കിട്ടി. അപ്പോൾ പ്രൈസ് ഇൻറ്റു ഒരെണ്ണത്തിൻ്റെ പ്രൈസ് ഇൻറ്റു എത്ര എണ്ണം വിറ്റു, പ്രൈസ് ഇൻറ്റു എത്ര എണ്ണം വിറ്റു, അതാണ് ടോട്ടൽ കിട്ടുന്ന റവന്യൂ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡെയിലി സെയിലിലെ ടോട്ടൽ പൈസ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പ്രൈസ് ഇൻറ്റു സെയിലാണ് നമുക്ക് കിട്ടുന്ന എന്തെന്ന് പറയുന്നത്? നമ്മുടെ എക്സ്പെൻഡിച്ചർ അല്ലെങ്കിൽ എക്സ്പെൻസ് അല്ലെങ്കിൽ റവന്യൂ 6 എന്ന് കൊടുക്കാം. പ്രൈസ് ഇൻറ്റു സെയിലാണ് നമ്മളുടെ റവന്യൂ എന്ന് പറയുന്നത്. ഓക്കെ, പ്രൈസ് ഇൻറ്റു സെയിലാണ് നമ്മളുടെ റവന്യൂ എന്ന് പറയുന്നത്. ഇവിടെ പ്രൈസ് എന്താ ചെയ്തേ? റെഡ്യൂസ്ഡ് ബൈ 15%. പ്രൈസിൻ്റെ ചേഞ്ച് എന്താ? പ്രൈസ് എങ്ങനെ ചേഞ്ച് ആയത്? 15% കുറഞ്ഞു. അപ്പോൾ 15% എന്ന് പറഞ്ഞാൽ ഈ കാര്യങ്ങൾ അറിയണം കേട്ടോ. 5% എന്ന് പറഞ്ഞാൽ 1/20 ആണ് ഫ്രാക്ഷൻ. 5/100. 15% എന്ന് പറഞ്ഞാൽ 3/20 ആണ്. അല്ലെങ്കിൽ 15/100 ചെയ്തിട്ട് 5 വെച്ച് വെട്ടിക്കളയാം. ആ കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ ബേസിക് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 3/20 ആണ് നമ്മളുടെ 15% എന്ന് പറയുന്നത്. അതായത് 20 ഉണ്ടായിരുന്നെങ്കിൽ എത്ര കുറഞ്ഞു? റെഡ്യൂസ്ഡ് 3 കുറഞ്ഞു. 20 ഉണ്ടായിരുന്നെങ്കിൽ 3 കുറഞ്ഞു. അപ്പോൾ പ്രൈസ് 20-ൽ നിന്നും 3 കുറഞ്ഞ് എത്ര ആയി? നമുക്ക് 17 ആയി. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം. 100 ആയിരുന്നു ഇനിഷ്യൽ പ്രൈസ് എങ്കിൽ 15% കുറഞ്ഞത് എന്തായി? 85 ആയി. പക്ഷേ ഫൈനൽ റേഷ്യോ എടുക്കുമ്പോൾ 5 വെച്ച് കിട്ടുമ്പോൾ 20 റേഷ്യോ 17 തന്നെ കിട്ടും. അപ്പോൾ ഈ ഒരു ലെവലിൽ തന്നെ നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക കേട്ടോ. ഓക്കെ, ഇപ്പോൾ പ്രൈസ് എന്തായി? 20-ൽ നിന്നും 17 ആയി. ഇപ്പോൾ കുറച്ച് കാര്യങ്ങളൊന്നും അറിഞ്ഞാലേ നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ പ്രൈസ് 20-ൽ നിന്നും 17 ആയി. ഇനി ഡെയിലി സെയിൽ എന്താ സംഭവിച്ചേ? സെയിൽ എന്താ ചെയ്തേ? ഇൻക്രീസ്ഡ് ബൈ 25%. ഇപ്പോൾ 25% കൂടി എന്ന് പറഞ്ഞാൽ 100 125 ആയി. അത് പഠിക്കാൻ എളുപ്പമാണ്. പക്ഷേ 25%ൻ്റെ ഫ്രാക്ഷൻ വാല്യൂ പഠിച്ചേ പറ്റൂ. ഓക്കെ, അപ്പോൾ 25%ൻ്റെ ഫ്രാക്ഷൻ വാല്യൂ എത്രയാണ്? 1/4 ആണ്. അതായത് 4 ആയിരുന്നു ഇനിഷ്യൽ വാല്യൂ എങ്കിൽ 1 കൂടി 4ൻ്റെ 25% 1 എന്ന് പറയുന്നത്. 1 കൂടി എന്തായി? ഇപ്പോൾ 5 ആയി. അപ്പോൾ സെയിൽ എന്തായി? സെയിൽ 4-ൽ നിന്നും എന്തായി? 5 ആയി. ഇപ്പോൾ നമുക്ക് വേണ്ടുന്നത് എന്താ? പ്രൈസ് ഇൻറ്റു സെയിൽ. അതാണ് നമ്മളുടെ റവന്യൂ. ഡെയിലി പെർസെൻറ്റേജ് എഫക്റ്റ് ഓൺ ഡെയിലി സെയിൽ. ഇപ്പോൾ ഡെയിലി എത്ര പെർസെൻറ്റേജ് ചേഞ്ച് വന്നു? ഇപ്പോൾ ഡെയിലി സെയിൽ റവന്യൂവിലുള്ള ചേഞ്ച് എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഇതിനെ പ്രോഡക്റ്റ് എടുക്കുക. 20 × 4 റേഷ്യോ 17 × 5. അപ്പോൾ ഇവിടെ നിങ്ങൾ 20 × 4 എഴുതി, ഞാനൊരു കാണിച്ചു തരാം. 20 × 4 എഴുതി റേഷ്യോ 17 × 5 എഴുതിയാൽ ഇവിടുത്തെ 5ഉം റേഷ്യോ എടുത്താൽ മതി. 5ഉം 20 4 വരും. 16 റേഷ്യോ 17 തന്നെ വരും. അത് ആ കാര്യം നമുക്ക് എന്ത് ചെയ്യാം? ഡയറക്റ്റ് ഈ ഒരു റോയിൽ നിന്ന് തന്നെ എന്ത് ചെയ്യാം? നമുക്കത് കണ്ടുപിടിക്കാം. അത് ഇവിടെ നിന്ന് കോമൺ ആയിട്ടുള്ള എന്ത് ചെയ്യാം? ഓൾറെഡി താഴെ എഴുതിയാലും അത് വെട്ടിപ്പോവും. 5ഉം 20 വെട്ടി എത്ര എഴുതാം? നമുക്ക് 4 എഴുതാം. അപ്പോൾ 4 × 4 16. എന്തുകൊണ്ടാണ്? പ്രൈസ് ഇൻറ്റു സെയിൽ, അതാണ് റവന്യൂ.
16:17 17. അതായത് ഇതിന്റെ അർത്ഥം എന്താ? റവന്യൂ ആദ്യമേ 16 യൂണിറ്റ് ആയത് ഇപ്പോൾ ഈ ഒരു ചേഞ്ച് വന്നത് കാരണം എത്രയായി? ഇപ്പോൾ റവന്യൂ 17 ആയി. അപ്പോൾ എത്രയാണ് ഇൻക്രീസ് വന്നത്? 1 യൂണിറ്റിന്റെ ഇൻക്രീസ് ആണ് വന്നത്. ഇപ്പോൾ പെർസെൻറ്റേജ് ചേഞ്ച് കണ്ടുപിടിക്കാൻ നമുക്ക് ഒറിജിനൽ വാല്യൂവിന്റെ ആവശ്യം ഇല്ല. അതൊക്കെ ആ ഒരു ബേസിക് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 1 കൂടിയത് എത്രയില്? 16. ഇപ്പോൾ 1/16 എന്ന് പറഞ്ഞാൽ എത്രയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്? 6.25 ആണ്. അപ്പോൾ 1/16 കൂടിയല്ലേ ചെയ്തത്? ഇൻക്രീസ് അല്ലേ ചെയ്തത്? അതെ, 16 നിന്ന് 17 ആയതാണ്. അപ്പോൾ 1/16 എന്ന് പറഞ്ഞാൽ 6.25% ആണ്. ഇൻറ്റു 100 ചെയ്ത് കഴിഞ്ഞാൽ 100/16 6.25 ആണ്. പക്ഷെ ഇതൊക്കെ കാണാതെ പഠിക്കേണ്ട വാല്യൂസ് ആണ്. അതൊക്കെ പഠിക്കേണ്ടത് ആ ഒരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നതുകൊണ്ടാണ് കോൺഫിഡൻസ് ആയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നത്? ഇതിങ്ങനെ പറയുന്നത്. ഓക്കെ, ഓൾറെഡി അവിടെ പറഞ്ഞിട്ടുള്ളതാണ്, അത് പഠിച്ചേ പറ്റൂ. ഓക്കെ, 1/16 6.25% ഇൻക്രീസ്. അപ്പോൾ എങ്ങനെയാണ് ഞാനിത് പേൻ എടുക്കുക ചെയ്തത്? ഇത് പേൻ എടുക്കുക ചെയ്തെന്ന് പറഞ്ഞാൽ എങ്ങനെയായിരുന്നു ചെയ്തത്? ഇത് സക്സസീവ്. അപ്പോൾ ഈ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒട്ടും ബേസിക് അല്ല. ബാക്കിയുള്ളവർ പറയുന്ന ഷോർട്ട് കട്ട് ആണ് ഇതെന്ന് പറയുന്നത്. ഇതാണ് ഷോർട്ട് കട്ട് മെത്തേഡ് പോലെ പഠിപ്പിക്കുന്നത്. പക്ഷേ ഇതൊരിക്കലും നിങ്ങൾ ഇത്രയും പഠിപ്പിച്ചിട്ട് മാറിക്കഴിഞ്ഞാൽ ഇത്രയും മാത്രമല്ല പഠിക്കുന്നത്. നിങ്ങൾ ഇതിൻ്റെ ബെസ്റ്റ് മെത്തേഡ് പഠിക്കണം. ബെസ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിനകത്ത് സക്സസീവ് ഉപയോഗിക്കാം. സക്സസീവ് ഇൻക്രീസ് അല്ലെങ്കിൽ സക്സസീവ് മെത്തേഡ് ഉപയോഗിക്കാം. സക്സസീവ് മെത്തേഡും ആ ഒരു വീഡിയോയിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ A% ഇൻക്രീസ്, B% ഇൻക്രീസ്, അങ്ങനെയാണ് ഇൻക്രീസ് എങ്കിൽ നമുക്ക് എന്ത് പറയാം? ടോട്ടൽ ഇൻക്രീസ് എന്ന് പറഞ്ഞാൽ, ടോട്ടൽ ചേഞ്ച് എന്ന് പറഞ്ഞാൽ A+B+AB/100 എന്ന് പറയാം. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇൻക്രീസ് ആണെങ്കിൽ നമ്മൾ പ്ലസ് കൊടുക്കും, ഡിക്രീസ് ആണെങ്കിൽ നമ്മൾ മൈനസ് കൊടുക്കും. ഇവിടെ പ്രൈസിൻ്റെയും സെയിലിൻ്റെയും സക്സസീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ എഫക്റ്റ് ആണ് നമ്മളുടെ ടോട്ടൽ സെയിൽ എന്ന് പറയുന്നത് അല്ലെങ്കിൽ റവന്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് അത് വെച്ചിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഇവിടെ സക്സസീവ് അപ്ലൈ ചെയ്യാം. ഇവിടെ പ്രോഡക്റ്റ് വരണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. പ്രോഡക്റ്റ് വരണം. കാര്യം ഇവിടെ പ്രോഡക്റ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് സക്സസീവ് മെത്തേഡ് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് 15% റെഡ്യൂസ് ചെയ്തു, 25% ഇൻക്രീസ് ചെയ്തു. അപ്പോൾ ഇവിടെ ഓർഡറിനൊന്നും വലിയ കാര്യമില്ല. A നമുക്ക് 25 കൊടുക്കാം, B നമുക്ക് റെഡ്യൂസ് ആയതുകൊണ്ട് -15 കൊടുക്കാം. അപ്പോൾ A എന്ന് പറഞ്ഞാൽ +25%, B എന്ന് പറഞ്ഞാൽ -15%. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഫോർമുല അപ്ലൈ ചെയ്യുമ്പോൾ ഓവറോൾ ചേഞ്ച് കിട്ടും, ഓവറോൾ പെർസെൻറ്റേജ് ചേഞ്ച് കിട്ടും, ഓവറോൾ പെർസെൻറ്റേജ് ചേഞ്ച് കിട്ടുന്നത് കേട്ടോ. എന്ത് കിട്ടും? 25 A+B. പ്ലസ് ബി എന്ന് പറയുമ്പോൾ ബിയുടെ വാല്യൂ -15 ആണ്. പ്ലസ് മൈനസ് കൂടെ മൈനസ് ആവും. A+B പ്ലസ് AB/100. ഇവിടെ എന്തുകൊണ്ടാണ് മൈനസ് കൊടുത്തത്? A×B, അതായത് 25 ഇൻറ്റു -15, ആ മൈനസ് ആണ് ഇവിടെ വന്നത്, ഇൻറ്റു 15/100 എന്ന് കിട്ടും. 25 - 15 10 മൈനസ് 25 × 15 375 25 × 15 ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾക്ക് 250 125 കൂട്ടാം, അല്ലെങ്കിൽ 15 5 75 5 7 ശിഷ്ടം 15 2 37 37. അപ്പോൾ ഇത് നിങ്ങൾ കാണാതെ പഠിക്കേണ്ട വാല്യൂ ആണ്. 25 × 15 ഒരുപാട് സ്ഥലത്ത് വരുന്നതാണ്. 375/100 ചെയ്യുമ്പോൾ 3.75 വരും. 10 ന്ന് 3 കുറച്ചാൽ 7, പിന്നെ 0.75 കുറയ്ക്കുമ്പോൾ 6.25 എന്ന് വരും. അപ്പോൾ 6.25 പോസിറ്റീവ് ആയതുകൊണ്ട് ഇത്രയും എന്താണ്? ഇൻക്രീസ് ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എഴുതേണ്ട കാര്യമുണ്ടോ? ഇത് നിങ്ങൾക്ക് മൈൻഡിൽ ചെയ്യാൻ വേണ്ടിയാണ് എന്ത് തന്നത്? നിങ്ങളുടെ അടുത്ത് ഡെയിലി മാത്സിൻ്റെ എക്സസൈസ് ചെയ്യണം എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ മൈൻഡിൽ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഇത് വളരെ ഫാസ്റ്റായിട്ട് ഇവിടെ നിങ്ങളൊരു 40 സെക്കൻഡ് അല്ലെങ്കിൽ 50 സെക്കൻഡ് എടുക്കുമെന്ന് വെച്ചോ, ഈ കാര്യം ഒരു 5 സെക്കൻഡ് അല്ലെങ്കിൽ മാക്സിമം 10 സെക്കൻഡിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഈ ഒരു ഡിഫറൻസ് ഉണ്ടല്ലോ, ഇവിടെ ഉണ്ടാക്കുന്ന 40 സെക്കൻഡിൻ്റെ ഡിഫറൻസ്, അത് നിങ്ങൾക്ക് ഇതുപോലെ തന്നെ എല്ലാ ക്വസ്റ്റിനും നമ്മൾ ചെയ്താലോ എത്ര സമയം നിങ്ങൾക്ക് ലാഭിക്കാൻ പറ്റുമെന്ന് ആലോചിച്ച് നോക്കൂ. ഒരു 10-20 ക്വസ്റ്റിൻ നമ്മളിങ്ങനെ ചെയ്യുന്ന വെച്ചോ, 20 × 40 എന്ന് പറയുമ്പോൾ 800 സെക്കൻഡ് ആണ്. 800 സെക്കൻഡ് എന്ന് പറയുമ്പോൾ 10-15 മിനിറ്റിൽ കൂടുതൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ബാക്കിയുള്ളവരെക്കായും ഈ ഒരു വഴിയിൽ ചെയ്യുന്ന ഒരാളും ഈ ഒരു വഴിയിൽ ചെയ്യുന്ന ഒരാളും തമ്മിൽ വ്യത്യാസം വരും. ഒരു 15 to 20 മിനിറ്റിൻ്റെ 15 മിനിറ്റ് നിങ്ങൾ സേവ് ചെയ്യുവാണ്, ബാക്കിയുള്ളവരെക്കായും കൂടുതൽ നിങ്ങൾക്ക് കിട്ടുവാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? നിങ്ങൾക്ക് അത് റീസണിങ്ങിൽ ഉപയോഗിക്കാം. അപ്പോൾ റീസണിങ്ങിൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് വാങ്ങാൻ പറ്റും, ബാക്കി ക്വസ്റ്റ്യനൊക്കെ റിലാക്സ്ഡ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ ഒരു ബെസ്റ്റ് മെത്തേഡിലൂടെ എത്തണമെങ്കിൽ നിങ്ങൾ കാര്യങ്ങൾ അത്ര ഡീപ്പായിട്ട് പഠിക്കണം. ഓക്കെ, ഇപ്പോൾ കുറച്ച് പേർക്ക് ഈ ഞാൻ പറയുന്ന കാര്യങ്ങൾ തുടക്കക്കാരായിരിക്കും. അപ്പോൾ അവർക്ക് ഈ പറയുന്ന കാര്യങ്ങൾ സെറ്റാവാൻ കുറച്ച് സമയം എടുക്കും. കാര്യം ടച്ചൊക്കെ വിട്ടു പോയവർക്ക് ഇതൊക്കെ ഒന്ന് ഓക്കെ ആയി വരാൻ സമയമെടുക്കും. പക്ഷെ നിങ്ങൾ കറക്റ്റായിട്ട് പരിശ്രമിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഒന്നിനും എന്തില്ല, ഒരു ലിമിറ്റില്ല. നിങ്ങൾക്ക് കിട്ടുന്ന നോളജിന് അല്ലെങ്കിൽ കിട്ടുന്ന റിസോഴ്സസിന് ഒരു ലിമിറ്റില്ല. അപ്പം നിങ്ങൾ എത്രത്തോളം അത് റൈറ്റ് വേയിൽ റൈറ്റ് പാത്തിൽ നിങ്ങളത് കണ്ടുപിടിച്ച് അത് ചെയ്യുന്നു എന്നുള്ളതിലാണ് കാര്യം. എല്ലാവർക്കും പറ്റുന്ന കാര്യമാണ്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലാണ് പറഞ്ഞത്. ഓക്കെ, യെസ്, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. അടുത്തൊരു സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഇതും ഒരുപാട് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ഒരുപാട് ചോദിക്കുന്നതാണ്. ക്വസ്റ്റ്യൻ എന്താ ചോദിക്കുന്നത്? ദ പോപ്പുലേഷൻ ഓഫ് എ ടൗൺ increases 10% annually. If its present population 6400 ആണെങ്കിൽ what will be the population in 2 years be? അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഒന്ന് സ്വന്തമായിട്ട് ചെയ്ത് നോക്കാൻ പറ്റുമോ നോക്കേ.
ഒന്ന് വായിച്ചു നോക്കിയിട്ട് ഒന്ന് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് നോക്കിയേ നിങ്ങൾ. ഇവിടെ എന്താ പറയുന്നത്? പോപ്പുലേഷൻ എന്താ ചെയ്യുന്നത്? 10% ആനുവലി കൂടുകയാണ്. പ്രസന്റ് പോപ്പുലേഷൻ ഇത്രയാണെങ്കിൽ 2 വർഷം കഴിഞ്ഞിട്ടുള്ള പോപ്പുലേഷൻ എന്താണ്? അപ്പോൾ ഇത് പ്രോ ആയിട്ടുള്ള ഒരാൾ അല്ലെങ്കിൽ ചെയ്ത് സെറ്റായ ഒരാൾ എങ്ങനെയായിരിക്കും ചെയ്യുന്നത്? ക്ലാസ് ഒക്കെ കണ്ട് DTSMന്റെ ക്ലാസ് ഒക്കെ കണ്ട ഒരാൾ എങ്ങനെയായിരിക്കും ചെയ്യുന്നത്? നമുക്ക് 121 4 4 വരും, 18 6 18 4 18 2 18. ഓപ്ഷൻ ബി എന്ത് ചെയ്യും? പേന എടുക്കാതെ പെൻ ഫ്രീ ആയിട്ട് ചെയ്യും. ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ് ഇത് പെൻ ഫ്രീ ആയിട്ട് ചെയ്യുന്നത് പറഞ്ഞുതരാം. അപ്പോൾ ഇവിടെ ആ ഒരു 40 സെക്കൻഡിൻ്റെ അല്ലെങ്കിൽ 30 സെക്കൻഡിൻ്റെ ഗ്യാപ്പ് എങ്ങനെ ഉണ്ടാകുന്നത്? ഇതുപോലാണ് ഉണ്ടാകുന്നത്. അതൊക്കെ നമ്മുടെ ക്ലാസ്സുകളിലുണ്ട്. നിങ്ങൾ ആപ്ലിക്കേഷൻ നോക്കിയാൽ മതി എങ്ങനെയാണ് ഇതൊക്കെ പെൻ ഫ്രീ ആയിട്ട് ചെയ്യുന്നതെന്നും അതിൽ നിങ്ങൾക്ക് ഫൗണ്ടേഷൻ ആയിട്ടുള്ള ക്ലാസ്സുകളും അവൈലബിൾ ആണ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ നോക്ക്, പോപ്പുലേഷൻ ഓഫ് എ ടൗൺ ഇൻക്രീസസ് 10% ആനുവലി. ഇപ്പോൾ ഇത് പല രീതിയിൽ ചെയ്യാം, പല രീതിയിൽ 3 4 5 വഴികളിൽ ചെയ്യാം. അപ്പോൾ 5 വഴികൾ ഞാൻ ഇവിടെ പറയുന്നില്ല. ഇവിടെ എന്ത് ചെയ്യാം? ഒരു വഴി ആദ്യം എഴുതി ചെയ്യുന്ന വഴി കാണിച്ചു തരാം. പോപ്പുലേഷൻ ഓഫ് ടൗൺ ഇൻക്രീസസ് ബൈ 10% ആനുവലി എന്ന് പറഞ്ഞാൽ എന്താ? തുടക്കത്തിൽ സ്റ്റാർട്ടിങ്ങിൽ ഒരു 100 ഉണ്ടായിരുന്നെങ്കിൽ 100ന്റെ 10% കൂടി 110 ആയി. പിന്നെ ഇതിൻ്റെ 10% കൂടി എത്ര ആവും? അത് 121 ആവും. ഓക്കെ, 100 ഒരു വർഷം കഴിഞ്ഞ് 10%, ഇതിൻ്റെ 10% എന്ന് പറഞ്ഞാൽ 10 ആണ്. 10 കൂടി 110 ആയി. ഇപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് നിങ്ങളെ പെർസെൻറ്റേജ് രീതിയിൽ തന്നെ പറഞ്ഞു തരുവാണ്. ഇത് പിന്നെ 110 ആയി ഒരു വർഷം കഴിഞ്ഞ്. എന്നിട്ട് എന്ത് ചെയ്യും? ഇതിൻ്റെ 10%. അപ്പോൾ ഇതിൻ്റെ 10% എന്ന് പറഞ്ഞാൽ എത്ര? 11 ആണ്. 10% കണ്ടുപിടിക്കാൻ ഒരു സാധനം മാറ്റി പോയിന്റ് ഇട്ടാൽ മതി. 11 കൂടി എത്രയായി? 121 ആയി. ഇപ്പോൾ ഇനിഷ്യലി 100 ആയിരുന്ന സാധനം ഇപ്പോൾ 2 വർഷം കഴിഞ്ഞ് എന്തായി? 121 ആയി. അപ്പോൾ ഇതാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള മെത്തേഡ്. ഇപ്പോൾ പ്രസന്റ് പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ 6400. അതായത് 100ന്റെ സ്ഥാനത്താണ് എത്ര എഴുതിയിരിക്കുന്നത്? 6400 എന്ന് എഴുതിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വാട്ട് വിൽ ബി ദ പോപ്പുലേഷൻ ഇൻ 2 years? അതായത് 2 വർഷം കഴിഞ്ഞ് എത്രയാവും? 100ന്റെ വാല്യൂ ആണ് 6400. എന്നാൽ 121ന്റെ വാല്യൂ എത്ര ആവും എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. അപ്പോൾ 100ന്റെ വാല്യൂ 6400 ആണെങ്കിൽ എത്ര കൊണ്ട് ഗുണിച്ചേക്കുന്നത്? 64 കൊണ്ട് ഗുണിച്ചേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 121ന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 121 ഇൻറ്റു 64 ആയിരിക്കും. അപ്പോൾ ഇവിടെ നമുക്കൊരു ഷോർട്ട് കട്ട് ഉപയോഗിക്കാം. എന്താണ്? നമുക്ക് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ വളരെ ഒരു അനുഗ്രഹമാണ്. ഓപ്ഷൻ വഴി ചെയ്യാൻ ശ്രമിക്കുക, ഓപ്ഷൻ ശ്രദ്ധിക്കുക. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് കാൽക്കുലേഷൻ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ 121 ഗുണം 64 ആണ്. അപ്പോൾ നമ്മുടെ ആൻസറിൻ്റെ യൂണിറ്റ് എന്ത് വരത്തേ ഉള്ളൂ? 4 ഗുണം 1 4 ആയിരിക്കും നമ്മുടെ ആൻസറിൻ്റെ അവസാന ഡിജിറ്റ് അല്ലെങ്കിൽ അവസാന ആ ഒരു അക്കം. അത് എത്രയാണ്? 4 വരുന്ന ഓപ്ഷൻ ഏതേ ഉള്ളൂ? ഒറ്റ ഓപ്ഷനേ ഉള്ളൂ, ഓപ്ഷൻ ബി. അപ്പോൾ അങ്ങനെയും ചെയ്യാം. ഓപ്ഷൻ ബി ആണ് 4 ഡിജിറ്റ് ഉള്ളത്, യൂണിറ്റ് ഡിജിറ്റ് 4 ഉള്ളത്. ഇനി 121 × 67 ചെയ്തേ പറ്റും എന്നുള്ളവർ എന്ത് ചെയ്യണം? 67 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ പിന്നെ 11 കൊണ്ട് ഗുണിക്കാനുള്ള എളുപ്പവഴിയും പറഞ്ഞിട്ടുണ്ട്. 11 ഗുണം 64, 11 ഗുണം 67 ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? 4 വന്നു, 2 കൂടെ കൂട്ടി ഡിജിറ്റ് 2 കൂടെ കൂട്ടി 6 4 10 0 ഇഷ്ടം 1 6 1 7. അതിനെ പിന്നെ എന്ത് ചെയ്യുക? 11 കൊണ്ട് ഗുണിക്കുക, ലാസ്റ്റ് ഡിജിറ്റ് അതേപോലെ എഴുതുക. ഇത് 2 കൂടെ കൂട്ടുക 0 4 4, ഇത് 2 കൂടെ കൂട്ടുക 7 0 7, പിന്നെ 7ൻ്റെ കൂടെ 7 അതേപോലെ എഴുതുക 7 7 4 4. ഓക്കെ, ഈ കാര്യങ്ങളെല്ലാം GDയുടെ ക്ലാസ്സുകളിൽ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, ട്രിക്കുകളൊക്കെ. ഓക്കെ, യെസ്. അപ്പോൾ ഇത്രയൊന്നും എഴുതേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത്രയും എഴുതുന്ന ഒരാൾ ഇനി അടുത്തൊരു മെത്തേഡ് എന്താ? 10% ആനുവലി. 10% എന്ന് പറഞ്ഞാൽ 1/10 ആണ്. അത് ഇനിഷ്യലി 10 ഉണ്ടായിരുന്നത് എത്രയായി? 11 ആയി. രണ്ടാമത്തെ വർഷം 10 ഉള്ളത് 11 ആയി. അപ്പോൾ ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 100 എന്ന് പറയുന്നത് എത്രയായി? 121 ആയി. മൾട്ടിപ്ലൈ എന്ന് പറഞ്ഞാൽ എന്താ? 2 വർഷത്തെ സക്സസീവ് ആണ്. അങ്ങനെയും ചെയ്യാം. 100ന്റെ സ്ഥാനം 121 ആയി. 100ന്റെ വാല്യൂ ആണ് 6400, 121ന്റെ വാല്യൂ വേണം. സെയിം രീതിയിൽ തന്നെ ചെയ്യാം. പിന്നെ സക്സസീവ് ചെയ്യാം. സക്സസീവ് ചെയ്യുന്ന എങ്ങനെയാണ്? 10% ആനുവലി ഇൻക്രീസ് ചെയ്യുകയാണ്. 10% ആനുവലി ഇൻക്രീസ് ചെയ്യുന്ന പറഞ്ഞാൽ 10 + 10 + 10 × 10/100. അതായത് ടോട്ടൽ ഇൻക്രീസ് ചെയ്യുന്ന എത്ര? 21% ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഇനിഷ്യലി 100% ആണ് 6400 ഉള്ളത് അതിൻ്റെ പോപ്പുലേഷൻ. അപ്പോൾ എത്രയായി? അത് 21% കൂടി 121% ആവും. അപ്പോൾ ഇങ്ങനെ ചെയ്താലും എന്ത് തന്നെ എടുത്തോളൂ? നിങ്ങൾക്ക് 7 7 4 4 എടുത്തോളൂ. ഇനി പെൻ ഫ്രീ ആയിട്ട് ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്തത്? പെൻ ഫ്രീ ആയിട്ട് ചെയ്തത് നമ്മളുടെ ഡിജിറ്റൽ സം എന്നുള്ള കൺസെപ്റ്റ് വെച്ചിട്ടാണ്. ഡിജിറ്റൽ സം എന്ന് പറയുന്ന കൺസെപ്റ്റ് വെച്ചിട്ടാണ്. അപ്പോൾ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായി കാണും. പെർസെൻറ്റേജ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അത് പല രീതിയിൽ ചെയ്യാം. നിങ്ങൾ പഠിക്കുന്ന മെത്തേഡിനനുസരിച്ച് നിങ്ങൾ ചെയ്യുന്ന ക്വസ്റ്റ്യൻ ചെയ്യുന്ന ആ ഒരു ടൈം വ്യത്യാസപ്പെട്ടുകൊണ്ടേയിരിക്കാം. ഏറ്റവും നല്ല രീതിയിൽ പഠിക്കുന്ന ഒരാൾക്ക് ഏറ്റവും വേഗത്തിൽ ചെയ്യാൻ പറ്റും. പക്ഷെ അതിന് ഈ ഒരു കാര്യങ്ങളൊക്കെ നന്നായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. ഓക്കെ, ഇനി ഡിജിറ്റൽ സം എന്താണെന്ന് അറിയാത്തവർക്ക് ഡിജിറ്റൽ സമ്മിൻ്റെ ക്ലാസ് ഓൾറെഡി ഉണ്ട്. നിങ്ങൾ ഡിജിറ്റൽ സം ദിശ അക്കാഡമിന്ന് സെർച്ച് ചെയ്താൽ മതി. ഡിജിറ്റൽ സം ദിശ അക്കാഡമി
മലയാളം എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ക്ലാസ് കിട്ടും. DTSMന്റെ ക്ലാസ്സും വൃത്തിയായിട്ട് കാണും. അതിലും കുറച്ച് മാത്സിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അവിടെയും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ DTSMന്റെ ക്ലാസ് കാണുക. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ എന്ത് വരും? നമുക്ക് 100ന്റെ വാല്യൂ ആണ്, 121ന്റെ വാല്യൂ വേണം. അപ്പോൾ ഇത് മൈൻഡിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? കണക്ട് ചെയ്യാൻ പറ്റും. കാര്യം 10% ആയതുകൊണ്ട് 100ന്റെ വാല്യൂ അറിയാം, 121 വേണം. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ അടിയിൽ 100 വരുന്നത്. അപ്പോൾ ആ ഒരു ക്ലാസ് DTSM ക്ലാസ് കാണണം. DTSM എന്ന് പറഞ്ഞാൽ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴുള്ള റിമൈൻഡർ ആണ്. ഇതെല്ലാം അവിടെ പറഞ്ഞിട്ടുണ്ട്. ഡിവൈഡഡ് ബൈ 100. അപ്പോൾ ഇവിടെ അടിയിലത്തെ DTSM എത്രയാണ്? 1 ഡിജിറ്റുകൾ കൂട്ടുമ്പോഴുള്ള സം. അടിയിൽ 1 ആയതുകൊണ്ട് പിന്നെ നമ്മൾ താഴെ നോക്കേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ DTSM എന്ത് വരും? 2 1 3 1 4. DTSM അറിയണം കേട്ടോ. ഇവിടുത്തെ DTSM 6 4 10, 10 1 1 × 4 4 നമ്മളുടെ ഡിജിറ്റൽ സം. ഇതൊക്കെ നിങ്ങൾക്ക് മൈൻഡിൽ ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. മൈൻഡിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ DTSM 4 വരുന്ന ഓപ്ഷൻ ചെയ്തുകൊണ്ട് ഇവിടെ നോക്കി എത്ര വരുന്നത്? 14 4 18. ഇവിടെ 6 എക്സ്ട്രാ ഉള്ളത്. ഇത് 6. 18 നോക്കേണ്ട കാര്യം 9. 9 കഴിഞ്ഞിട്ടുള്ള 9നെ മാറ്റി നിർത്താം. ഓക്കെ, അപ്പോൾ അതൊക്കെ ഈ ഒരു ക്ലാസ്സിൽ നിങ്ങൾക്ക് മനസ്സിലാവും. 6 DTSM. ഇതിൻ്റെ DTSM എത്ര? 4. ഇതിൻ്റെ 2. ഇതല്ല, ഇതിൻ്റെ 9 അല്ലെങ്കിൽ 0. ഇതല്ല. അങ്ങനെയുള്ള ഓപ്ഷൻ ചെയ്തുകൊണ്ട് ഓപ്ഷൻ ബി. അങ്ങനെ നിങ്ങൾക്ക് ഇത് പേന എടുക്കാതെ ചെയ്യാൻ പറ്റും. ഈ ഒരു ക്വസ്റ്റ്യൻ കൺസെപ്റ്റ് മനസ്സിലാക്കുക, എന്താണ് ഉദ്ദേശിക്കുന്നത് എന്താണ് മനസ്സിലാക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡയറക്റ്റും ചെയ്യാം. 6400 ഉണ്ടായിരുന്നു, 10% ആയതുകൊണ്ട് വളരെ എളുപ്പമാണ്. 6400 ആയിരുന്നു അയാളുടെ അവിടുത്തെ പോപ്പുലേഷൻ. ഇതൊക്കെ ചെയ്യാന്ന് പറയുന്നത് ബെസ്റ്റ് മെത്തേഡ് എന്താണ്? പെൻ ഫ്രീ ആയിട്ടുള്ള മെത്തേഡാണ്. എന്നെങ്കിൽ ഈ മെത്തേഡ് ഇവിടുന്ന് യൂണിറ്റ് ടെസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ DTSM വെച്ച് ചെയ്യാം. DTSM വെച്ച് ചെയ്യും. അപ്പം അല്ലെങ്കിൽ ചെയ്യാവുന്ന വഴി എന്താ? ഡയറക്റ്റ് ആയിട്ടുള്ള ബുക്കിലൊക്കെ നിങ്ങൾ കാണുന്നത് എന്തായിരിക്കും? പോപ്പുലേഷൻ 6400 ഇതിൻ്റെ 10% കൂടി. ഇതിൻ്റെ 10% എത്രയാണ്? 640. അത് കൂടിയിട്ട് 7040 പിന്നെന്ത് ചെയ്യും? ഇതിൻ്റെ 10% കൂടും. ഇതിൻ്റെ 10% 704. ഓക്കെ, ഇപ്പോൾ എത്ര വരും? 44 77 44. ഇങ്ങനെയും ചെയ്യാം. ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെ ചെയ്യാം. പക്ഷേ ഏറ്റവും സിമ്പിളായാലും എത്ര സിമ്പിളായാലും നിങ്ങൾക്ക് അതിൻ്റെ ബെസ്റ്റ് മെത്തേഡിലോട്ട് എന്ത് ചെയ്യാൻ നോക്കാം? ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ആയിരിക്കും ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ എല്ലാ മെത്തേഡും നിങ്ങൾക്ക് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ. വിച്ച് നമ്പർ ഈസ് 30% ലെസ് ദാൻ 70? അപ്പോൾ ഈ പെർസെൻറ്റേജ് എന്താണെന്ന് അറിയാവുന്ന ഒരാൾക്ക് ഇത് വേഗത്തിൽ നോക്കുമ്പോൾ തന്നെ 49 ചെയ്യാം. അപ്പോൾ ഇത് എല്ലാവർക്കും സെറ്റ് ആവണമെന്നില്ല. അപ്പോൾ എന്താണ് ഒരു നമ്പർ എന്ന് പറഞ്ഞാൽ ആ നമ്പറിൻ്റെ 100%. ഈ 100% എന്താണെന്ന് ഒന്നുകൂടെ പറയാൻ ഞാൻ. ഈ 100% എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? 100% പെർസെൻറ്റേജിനെ ഫ്രാക്ഷനാക്കി മാറ്റാൻ വേണ്ടി എന്താ ചെയ്യേണ്ടത്? ഈ സിമ്പിൾ എന്ന് പറഞ്ഞാൽ ബൈ 100. അപ്പോൾ 100/100 എത്രയാണ് കിട്ടുന്നത്? 1 കിട്ടുന്നത്. അപ്പോൾ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? 100% എന്ന് പറഞ്ഞാൽ എന്താണ്? 1 സംഭവം. അതായത് ആ ഒരു നമ്പറിനെ 100% കൊണ്ട് ഗുണിക്കുക എന്ന് പറഞ്ഞാൽ ആ നമ്പറിനെ 1 കൊണ്ട് ഗുണിക്കുകയാണ്. അപ്പോൾ ഒരു നമ്പറിനെ 1 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് ആ നമ്പർ തന്നെ കിട്ടത്തുള്ളൂ. അപ്പോൾ ഒരു നമ്പറിൻ്റെ 100% എന്ന് പറഞ്ഞാൽ ആ നമ്പർ തന്നെയാണ്. ഇപ്പോൾ എൻ്റെ 100% എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്? ഞാൻ തന്നെയാണ്. ഈ ഒരു പേനയുടെ 100% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പേനയുടെ 100%, ഈ പേനയുടെ ലെങ്താണ്, ലെങ്തിൻ്റെ 100%. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ലെങ്താണ്. അപ്പോൾ നിങ്ങളുടെ എത്രയാണ്? 100%. ഒരു സാധനത്തെ മൊത്തമായിട്ട് നമ്മൾ പറയുമ്പോൾ അതിനെ നമ്മൾ ബേസ് ആയിട്ട് എടുത്താൽ ബേസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പെർസെൻറ്റേജിൽ. അപ്പോൾ അത് അതിൻ്റെ 100%. ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് എന്താ? വിച്ച് നമ്പർ ഈസ് 30% ലെസ് ദാൻ 70? അതായത് 70നേക്കായും 70 എത്ര ശതമാനമാണ്? 100%. 70 100% ആണെങ്കിൽ അതിനേക്കായി 30% കുറഞ്ഞുള്ള സാധനം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 70 100 - 30. 70 100%. അതിൽ നിന്ന് 30% കുറച്ചുള്ളത് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 70 70% മനസ്സിലായോ? അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പേന എടുക്കുക ചെയ്യും. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? 70 × 70 100 - 30%. അപ്പോൾ 70 ഇങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ട്. ബൈ 100 2 0 വെട്ടിയിട്ട് 7 × 7 49 ചെയ്യും. ഇത്ര എഴുതാനും നമുക്ക് പേന വെച്ച് എഴുതുമ്പോൾ ടൈം എടുക്കും. നിങ്ങൾ ഇതൊരു 20 സെക്കൻഡ് കൊടുക്കും. ഇത് ഒരു 5 സെക്കൻഡ് താഴെ ചെയ്യേണ്ടത് നിങ്ങൾ 20 സെക്കൻഡ് ഇതിൽ കൂടുതൽ എഴുതി ചെയ്യും. അങ്ങനെ ചെയ്യരുത്. കാര്യം ഇതാണ്. ഓക്കെ, 30% ലെസ് ദാൻ 70. ഇതിൻ്റെ അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? 70ൻ്റെ 30% കണ്ടുപിടിച്ചിട്ട് അത് കുറയ്ക്കും. 70ൻ്റെ 10% 7ആണ്. 30% എന്ന് പറഞ്ഞാൽ 7 × 3 21. അപ്പോൾ 70ൽ നിന്ന് 21 കുറയ്ക്കും. അങ്ങനെ ചെയ്താലും എന്ത് കിട്ടും? 49 കിട്ടും. പക്ഷെ ഇതിൻ്റെ ബെസ്റ്റ് മെത്തേഡ് എന്താണ്? ഇതൊക്കെ പ്രീവിയസ് വന്നിട്ടില്ല. നിങ്ങൾ എങ്ങനെ ചെയ്യുന്നു എന്നതിനെ അനുസരിച്ച്. ഓക്കെ ആണല്ലോ? ഇത് നമ്മളുടെ ആപ്ലിക്കേഷനിലെ NTPC കോഴ്സിൽ ഒരു കൂപ്പൺ കോഡ് ഉണ്ട്. നിങ്ങൾ ഈ ക്ലാസ് ഇതുവരെ കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കോഡ് ആ ഒരു
കോഴ്സ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്യാം. നിങ്ങൾക്ക് എക്സ്ട്രാ ആയിട്ടുള്ള ഡിസ്കൗണ്ട് കിട്ടുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇതുവരെ കണ്ടിട്ടുള്ളവരാണെങ്കിൽ ജസ്റ്റ് അതൊന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ. ഇഫ് ദ ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ഓഫ് എ റെക്ടാങ്കുലർ പ്ലോട്ട് ഓഫ് ലാൻഡ് ആർ ഇൻക്രീസ്ഡ് ബൈ 10% ആൻഡ് 8% റെസ്പെക്റ്റീവ്ലി, ദെൻ ബൈ ഹൗ മച്ച് പെർസെൻറ്റേജ് ഇറ്റ്സ് ഏരിയ ഇൻക്രീസ് ഓർ ഡിക്രീസ്? ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഒരു ടൈപ്പാണ്, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടൈപ്പാണ് പെർസെൻറ്റേജ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ തന്നെ 18.8 ഓപ്ഷൻ സി ആണ് ആൻസർ. 18.8 ഇൻക്രീസ് ആണ്. ഓക്കെ, ഇത് പേന എടുക്കാതെ ഇത് വേണ്ട, കാണുമ്പോൾ തന്നെ ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇനി ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ബേസിക് ആയിട്ട് ഏറ്റവും ബേസിക് ആയിട്ട് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഒരു എളുപ്പത്തിന് വേണ്ടി ഞാൻ പറയുവാണ്, 100 ആയിരുന്നു എന്തെന്ന് പറയുന്നത് ലെങ്തും ബ്രെഡ്ത്തും. അപ്പോൾ 100 വേണ്ട. ഓക്കെ, ഓക്കെ, ഒരു എളുപ്പത്തിന് വേണ്ടി 10% കഴിഞ്ഞാൽ ഇങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, സക്സസീവ് അങ്ങ് ചെയ്താൽ മതി. ഓക്കെ, 10% എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1/10 ആണ്. 8% എന്ന് പറഞ്ഞാൽ 2/25 ആണ്. ഇതൊക്കെ നമ്മളുടെ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. 10/100ഉം 8/100. ഇതൊക്കെ നമ്മൾ പഠിക്കേണ്ടതാണ്, അത് പഠിച്ചേ പറ്റൂ. 2/25 ആണ്. അപ്പോൾ ഞാൻ പറയുവാണ്, ഇനിഷ്യലി ആദ്യത്തെ ലെങ്ത് എന്ന് പറയുന്നത് 10 സെൻറ്റിമീറ്ററും ആദ്യത്തെ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 25 സെൻറ്റിമീറ്റർ ആണെന്ന് വെച്ചു. ഓ, ലെങ്തും ബ്രെഡ്ത്തും ഇതായിപ്പോൾ ലെങ്ത് 100 ആയിക്കോട്ടെ. ലെങ്ത് 100ഉം ബ്രെഡ്ത്ത് എത്രയാണ്? ഓക്കെ, ഇപ്പോൾ 10/100 ആണ്. ഓക്കെ, 10/100 ആണ്. ഇപ്പോൾ 100ൽ 10 ആണ്. 10% എന്ന് പറഞ്ഞാൽ 8% എന്ന് പറഞ്ഞാൽ 25ൽ 2 ആണ്. ഓക്കെ, അല്ലെങ്കിൽ 100ൽ 8 ആണ്, എന്നാൽ 25ൽ 2 ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ കാൽക്കുലേഷൻ എളുപ്പത്തിനാണ് ഇങ്ങനെ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനിഷ്യൽ കേസിൽ ലെങ്ത് 100ഉം ബ്രെഡ്ത്ത് 25 എന്ന് വെച്ചോ. ഫൈനൽ കേസിൽ എന്താ സംഭവിച്ചേ? ലെങ്ത് എത്രയായി? ലെങ്ത് L' ആയി. എത്ര ആയത്? 100 എന്നുള്ളത് 10 കൂടി എത്രയായി? 110 ആയി. ബ്രെഡ്ത്ത് B' ആയി. 25 എന്നുള്ളത് 2 കൂടി എത്രയായി? 27 ആയി. അപ്പോൾ നമുക്ക് ചോദിച്ചിരിക്കുന്നത് ബൈ ഹൗ മച്ച് പെർസെൻറ്റേജ് ഏരിയ ഇൻക്രീസ് ഓർ ഡിക്രീസ്? അപ്പോൾ ഇനിഷ്യലി ഏരിയ എത്ര ഉണ്ടായിരുന്നു? 100 × 25 2500 ആയിരുന്നു ഏരിയ. ഇപ്പോൾ എത്ര ഏരിയ? 110 × 27, അതായത് 11 × 27 ചെയ്യാം. 0 അവിടെ കാണും. 110ൻ്റെ 0, 27 × 11. എങ്ങനെ ചെയ്യുന്നത്? ലാസ്റ്റ് ഡേറ്റ് അതേപോലെ എഴുതി 7, 7 2 കൂട്ടി 9, 11 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന എളുപ്പം കേട്ടോ. എന്നിട്ട് 2 അതേപോലെ എഴുതി 297.0, അതായത് 2500 എന്നുള്ള ഏരിയ. ഇതിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഏറ്റവും ഡീറ്റെയിൽ ആയിട്ടുള്ള വഴിയാണ്. ഇതൊരിക്കലും ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ കൺസെപ്റ്റ് മനസ്സിലാൻ വേണ്ടി പറഞ്ഞാണ് കേട്ടോ. 2500 എന്ന് പറയുന്നത് എത്രയായി? 2970 ആയി. എത്രയാണ് കൂടിയത്? 470 ഇൻക്രീസ് ചെയ്തു. എത്രയിൽ? 2500. അപ്പോൾ ഇൻറ്റു 100 ഒക്കെ ചെയ്യുന്നവർ കാണും. പെർസെൻറ്റേജ് ചെയ്തു. 2 പോയി. യെസ്, അപ്പോൾ 470/25 ഇത്രയും പെർസെൻറ്റേജ്. അപ്പോൾ 420/25 എന്ന് പറയുമ്പോൾ 25-നകത്ത് 47/25 1. ഇത് കാൽക്കുലേഷൻ കണ്ടോ? പിന്നെ യെസ്, 1/25 4% ആണ്. ഓക്കെ, അങ്ങനെ ചെയ്യാം. വേണ്ട, ഇത് മതി. ഇങ്ങനെ ഇത് നമ്മൾ ചെയ്യുന്നില്ലല്ലോ. യെസ്, അപ്പോൾ 1 ബാക്കി 22. 220-നകത്ത് 25 എത്രയാണ്? 25 8 വട്ടം 200 ആയി. പിന്നെ ശിഷ്ടം 20 വന്നു. 20ൽ 25 പറ്റത്തില്ല, പോയിന്റ് ഇട്ടു. പിന്നെ 200ൽ 25 8 വട്ടം 18.8% പോസിറ്റീവ് ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഇത്രയും ഇൻക്രീസ് എന്ന് പറയും. എത്ര കാൽക്കുലേഷൻ ആണ് നോക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വേണമെങ്കിൽ റേഷ്യോ ആയിട്ട് എടുക്കാം. 250 എന്നുള്ളത് 297 ആയി. എന്നാലും ഈ 0 പോകത്തുന്നേ ഉള്ളൂ. കാൽക്കുലേഷൻ ഉണ്ട്. അപ്പോൾ ഇതേ കാര്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഇതേ കാര്യം തന്നെ നമുക്ക് സക്സസീവ് എന്ന് പറയുന്ന മെത്തേഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സക്സസീവ് മെത്തേഡിൽ എന്ത് ചെയ്യാം? സക്സസീവ് എന്തുകൊണ്ടാണ് നമ്മൾ സക്സസീവ് ഉപയോഗിക്കുന്നത്? ആദ്യം ഏരിയ എന്ന് പറയുന്നത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. അപ്പോൾ പ്രോഡക്റ്റ് ആയിരിക്കണം. എന്നിട്ട് ലെങ്തിലുള്ള ചേഞ്ചും ബ്രെഡ്ത്തിലുള്ള ചേഞ്ചും എന്ത് ചെയ്യും? ഇതിനകത്ത് അഫക്റ്റ് ചെയ്യും. സക്സീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ടില്ലേ, 100 121 എന്നുള്ള കേസ്. ഇതിനാണ് നമ്മൾ സക്സീവ് എന്ന് പറയുന്നത്. ഇനിഷ്യലി ഒരു വാല്യൂ ഉണ്ടായിരുന്നു, ഇത്ര പെർസെൻറ്റേജ് കൂടി ഒരു ഫൈനൽ വാല്യൂലെത്തി, ഇത്ര പെർസെൻറ്റേജ് കൂടി വേറൊരു ഫൈനൽ വാല്യൂ എത്തി. അപ്പോൾ ഇവിടെ നോക്ക് സക്സീവ് എന്ന് പറഞ്ഞാൽ ഇവിടെ എയും ബിയും. എ എന്ന് പറഞ്ഞാൽ 10 ആണ്, എ എന്ന് പറഞ്ഞാൽ 10 ആണ്, ബി എന്ന് പറഞ്ഞാൽ 8 ആണ്. A+B+AB/100 ചെയ്യുമ്പോൾ 10 കിട്ടും. 18 അധികം 10 × 8 80/100 എന്നാൽ 0.8 ആണ്. 18.8% എന്ത് ചെയ്യും? ഓവറോൾ ഇൻക്രീസ് ചെയ്യും. ഈസി ആയിട്ട് നിങ്ങൾക്ക്. പക്ഷേ ഈ ഒരു കാര്യം നിങ്ങൾ പേന എടുക്കാതെ തന്നെ ചെയ്യാൻ ശ്രമിക്കണം. ഓക്കെ, ഇതാണ് ഇതിൻ്റെ കൺസെപ്റ്റ്. നിങ്ങൾ ഈ കൺസെപ്റ്റ് പഠിച്ചാൽ മാത്രം മതി. ഇതൊന്നും ഒരിക്കലും എക്സാമിനൊരു മെത്തേഡായിട്ട് നിങ്ങൾ ചെയ്യരുത് കേട്ടോ. പഠിക്കുമ്പോൾ പോലും നിങ്ങൾ ഇങ്ങനെ ചെയ്യരുത്. ഇതാണ് സംഭവം മനസ്സിലാക്കുക, കാര്യം മനസ്സിലാക്കുക, എന്നിട്ട് ചെയ്യുന്ന മെത്തേഡ്. ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ പ്രോട്ടോ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്, ഇടയ്ക്കിടയ്ക്ക് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. എയും ബിയും നമ്പേഴ്സ് ആണ്.
A is 40% larger than B. A is decreased by 20% and B is increased by 38%. Then what is the percentage increase in the total value of A and B? അപ്പോൾ ടോട്ടൽ വാല്യൂലുള്ള ചേഞ്ച് ആണ് വേണ്ടത്. ഈ ക്വസ്റ്റ്യൻ ബെസ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇത് ഓക്കെ. അത് ഞാൻ ബേസിക് ആയിട്ടുള്ള മെത്തേഡ് പറഞ്ഞുതരാം. അപ്പോൾ A is 40% ലാർജർ ദാൻ B. അപ്പോൾ ഞാനിവിടെ എയും ബിയും വേറെ ഒന്നും നോക്കുന്നില്ല, എയും ബിയും. ഓക്കെ, യെസ്, ബെസ്റ്റ് മെത്തേഡിൽ ഞാൻ മറ്റേത് പറഞ്ഞുതരാം. ബി 100 ആണെങ്കിൽ എ എത്രയാണ്? 40% കൂടി. 100ൻ്റെ 40% 40 140. ഓക്കെ. എ ഇസ് ഡിക്രീസ്ഡ് ബൈ 20%. എ എത്ര കുറഞ്ഞത്? ഇതിൻ്റെ 20%. എത്ര കുറഞ്ഞു? 28 കുറഞ്ഞു. യെസ്. ബി എന്ത് ചെയ്തു? 38%, അതായത് 38 കൂടി. ഓക്കെ. ദെൻ വാട്ട് ഈസ് എ പെർസെൻറ്റേജ് ഇൻക്രീസ് ഇൻ ദ ടോട്ടൽ വാല്യൂ ഓഫ് എ ആൻഡ് ബി? അപ്പോൾ ടോട്ടൽ വാല്യൂ എത്ര ആയിരുന്നു എയും ബിയും ഉള്ളത്? 240 ആയിരുന്നു. 140 100. ടോട്ടൽ വാല്യൂ ഓഫ് എ ആൻഡ് ബി, എയുടെയും ബിയുടെയും വാല്യൂവിൽ വന്ന ചേഞ്ച് ആണ്. ഇനിഷ്യൽ വാല്യൂ എത്ര ആയിരുന്നു അവരുടെ? 240 ആയിരുന്നു. എത്രയാണ് അതിൽ ചേഞ്ച് വന്നത്? ഒരാൾ 28 കുറഞ്ഞു, ഒരാൾ 38 കൂടി. 28 കുറഞ്ഞു, 38 കൂടി. ടോട്ടൽ എത്ര ചേഞ്ച് വന്നേ? എഫക്റ്റീവായിട്ട് 10 കൂടി അല്ലേ? 38 മൈനസ് 28 10 കൂടിയത്. അപ്പോൾ 10 കൂടി എത്രയിൽ? 240. 240ൻ്റെ എത്ര ശതമാനമാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ചിലവർ എന്ത് ചെയ്യും? ഇതും വെട്ടി 1/24 എന്നിട്ട് എന്ത് ചെയ്യും? ഇൻറ്റു 100 ചെയ്ത് പെർസെൻറ്റേജിൻ്റെ വാല്യൂ ഇടും. അപ്പോൾ ഞാനൊരു ഇത് കാണിച്ചിട്ട് 100/24, അതായത് 4 പോയിന്റ് സംതിങ്. 4 വെട്ടം പോകുമ്പോൾ 96, ബാക്കി 4/24, അതായത് 1/6%. 4/1/6 എന്ത് ചെയ്യും? ഹാപ്പി ആയിട്ട് പോകും. ഇനി നിങ്ങൾ നോക്ക്, ഇതിലും ബെസ്റ്റ് മെത്തേഡിനകത്തുണ്ടോ? ഞാൻ പറയുന്ന ബേസിക് മെത്തേഡ് ആയിരിക്കും ചിലർ പറയുന്ന എന്ത് വേറെ ക്ലാസ്സിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഷോർട്ട് കട്ട്. അപ്പോൾ ഇനി ഇതിനകത്ത് ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് എന്താ? നോക്ക്, 40% ഗ്രേറ്റർ ദാൻ ബി. അപ്പം നമുക്കിത് കാണുമ്പോൾ തന്നെ മൈൻഡിൽ തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. 100 നിങ്ങളുടെ ബി എങ്കിൽ എ 140. ഇപ്പോൾ ടോട്ടൽ സമ്മ് നമുക്ക് ടോട്ടൽ വാല്യൂവിലെ ചേഞ്ച് വരുന്നത് 240 എന്തെന്ന് പറയുന്നത് അവരുടെ ടോട്ടൽ സമ്മ്. ഇനി ചേഞ്ച് എത്ര? എ 20% കുറഞ്ഞു. അപ്പോൾ 20% എന്ന് പറഞ്ഞാൽ 140ൻ്റെ 20% എത്രയാണ്? 28. 28 മൈനസ് 28. ഇനി ബി എന്ത് ചെയ്തു? 38% കൂടി. 100ൽ നിന്നും 38, 138 ടോട്ടൽ ചേഞ്ച്. 38 മൈനസ് 28 10. അപ്പോൾ 10/240 വേണ്ടത്. അപ്പോൾ നോക്കുമ്പോൾ തന്നെ ഓപ്ഷൻ നോക്കുമ്പോൾ 5, 4, 1/6, 8 പോയിന്റ് സംതിങ് 10 അങ്ങനെ നടക്കുന്നത്. അപ്പോൾ 10 എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അർത്ഥം എന്താ? ഈ 10/240 എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അർത്ഥം എന്താ? 10 എന്ന് പറഞ്ഞാൽ 240ൻ്റെ എത്ര ശതമാനമാണ്? അപ്പം നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമ്മുടെ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, ഒരു നമ്പറിൻ്റെ 10% കാണാൻ എന്ത് ചെയ്താൽ മതി? ഒരു സ്ഥാനം മാറ്റി പോയിന്റ് ഇട്ടാൽ മതി. അപ്പോൾ ഒരു സ്ഥാനം മാറ്റി പോയിന്റ് ഇടുമ്പോൾ 240ൻ്റെ 10% 24. 240ൻ്റെ 10% 24. 24ൻ്റെ പകുതി എടുത്താലോ? 5%. 24ൻ്റെ പകുതി 10% 24 ആണെങ്കിൽ 5% എത്രയാണ്? ഇതിൻ്റെ പകുതി 12. 5% 12. അപ്പോൾ 12 ആയിരുന്നെങ്കിൽ പോലും നമുക്ക് 5% ആയിരുന്നു ആൻസർ. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ 12ലും കുറവാണ്. 10 എന്ന് പറഞ്ഞാൽ 12ലും കുറവാണ്. നമ്മുടെ ആൻസർ എന്തായിരിക്കും? 5% കുറവായിരിക്കും. 5% കുറവുള്ള ഓപ്ഷൻ ഏതുണ്ട്? ഓപ്ഷൻ ബി മാത്രമേ ഉള്ളൂ. ഒരു പേന വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് പേന എടുക്കാതെ പെൻ ഫ്രീ ആയിട്ട് ചെയ്യാം. 10/240. 240ൻ്റെ 10% ഇതാണ്. 5% 12. അതിലും കുറവാണ് നമ്മുടെ 10 എന്ന് പറയുന്നത്. വേണമെങ്കിൽ ഇത് ഇത്ര എഴുതിക്കോ, കുഴപ്പമില്ല. ഓപ്ഷൻ ബി. പക്ഷേ ഈ ഒരു ലെവലിലോട്ട് എത്തണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? കാര്യങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കിയെങ്കിലേ പറ്റത്തുള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Sohan decreased his expense by 25%. Later he decreased them by further 10%. What percentage did his expenses decrease to? അപ്പോൾ ഞാൻ ഓൾറെഡി നിങ്ങളെ സക്സസീവ് എന്താണെന്നും ഒക്കെ പറഞ്ഞു തന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ 100 ഇട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. 100 ഉണ്ടായിരുന്നു, അത് 25% കുറഞ്ഞ് 75 പിന്നെ 75 വീണ്ടും എന്ത് ചെയ്തു? ഇതിൻ്റെ 10% 7.5 കുറഞ്ഞ് എത്രയായി? 68. 7 പറയുമ്പോൾ 68 പിന്നെ 0.5 67.5. അപ്പോൾ 100 67.5 എത്ര കുറഞ്ഞു? 32.5 കുറഞ്ഞു. അപ്പോൾ അത്രയും പെർസെൻറ്റേജ് 32% കുറഞ്ഞെന്ന് പറഞ്ഞ് ഓപ്ഷൻ ഡി എഴുതും. അപ്പം ഇങ്ങനെയൊന്നും എഴുതേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. എന്താ ചെയ്യേണ്ടത്? ഇതെന്താണ്? ഇത് സക്സസീവിൻ്റെ കേസാണ്. കണ്ടോ? ആദ്യമേ കുറഞ്ഞു, പിന്നെ അവിടെ നിന്നാണ് പിന്നെ എന്ത് ചെയ്തത്? പിന്നെയും കുറഞ്ഞത്. ഇതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് സക്സസീവ് ചേഞ്ച് എന്ന് പറയുന്നത്. സക്സസീവ് ചേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഡിക്രീസ് 25 കുറഞ്ഞു, പിന്നെ 10 കുറഞ്ഞു. അപ്പോൾ 25 മൈനസ് 25 എക്സ്പെൻസ് കുറഞ്ഞുകൊണ്ട് നമുക്ക് എന്ത് മൈനസ് കൊടുക്കാം? -25 മൈനസ് 10, അതായത് -35. ഇനി -25 ഇൻറ്റു -10/100. അപ്പോൾ എന്ത് വരും? പ്ലസ് 25 ഇൻറ്റു 10/100, അതായത് 2.5 എന്ന് വരും. -35 പ്ലസ് 2.5 32. ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ ഏറ്റവും എളുപ്പമായിട്ട്. ഇതാണ് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ്. അപ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങൾ പഠിക്കുമ്പോഴുണ്ടല്ലോ, ഇങ്ങനെ കുറേ ടൈപ്പുകൾ പഠിക്കുമ്പോൾ പിന്നെ ഇതേ സിമിലർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ബെസ്റ്റ് മെത്തേഡിൽ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഈ ഒരു ബെസ്റ്റ് മെത്തേഡ് ലാസ്റ്റ് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഇതെല്ലാം പ്രീവിയസ് വന്നിട്ടുള്ളൂ. വെൻ 40 is subtracted from a number, it reduces to its 60%. വാട്ട് ഈസ് എ നമ്പർ? അപ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പഠിച്ച് വരുമ്പോൾ കണ്ടോ ക്വസ്റ്റ്യൻസ് എളുപ്പമാവുന്നത്. നമുക്ക്
ഒരു നമ്പർ ആ നമ്പറിന്റെ 100%. അപ്പോൾ ആ നമ്പറിൽ നിന്ന് 40 കുറച്ചപ്പോൾ ഇത് ഒറിജിനൽ വാല്യൂ ആ നമ്പർ എന്തായി റെഡ്യൂസസ് ടു ഇറ്റ്സ് 60%. അതിൻ്റെ അർത്ഥം എന്താ, അത് അതിൻ്റെ 60%-ലോട്ട് മാറി. ഒരു നമ്പർ ആ നമ്പറിൻ്റെ 60% ആവണമെന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും കുറച്ചത്, ആ നമ്പറിൻ്റെ 40% ആയിരിക്കും കുറച്ചത്. അപ്പോൾ ആ നമ്പറിൻ്റെ 40%ആണ് തന്നിട്ടുള്ളത് 40, എന്നാൽ ആ നമ്പറിൻ്റെ 100% എത്ര, 100% അല്ലേ ആ നമ്പർ. 40ൻ്റെ വാല്യൂ 40 ആണെങ്കിൽ 100ൻ്റെ വാല്യൂ എത്ര ആയിരിക്കും, 100 തന്നെ ആയിരിക്കും. ഓപ്ഷൻ ബി, ഒരു പേന എടുക്കാതെ പെൻ ഫ്രീ ആയിട്ട് ചെയ്യാം. ഇനി എഴുതണം എന്നുള്ളവർ എന്ത് ചെയ്യണം, 40% ഓഫ് നമ്പർ അതിൻ്റെ വാല്യൂ ആണ് 40, എന്നാൽ 100% ഓഫ് നമ്പർ വേണം. ശതമാനം ഓഫ് നമ്പറും വെട്ടി ചെയ്ത് പോവും, ഈ പെർസെൻറ്റേജും വെട്ടിപ്പോവും, 40 വെട്ടിപ്പോവും, ബാക്കി നിൽക്കുന്ന ആരാണ് 100. അത് 100ൻ്റെ 100 40 കുറച്ച് എത്ര ആവും, 60 ആവും. അതാണ്. പക്ഷേ ഇതൊക്കെ എഴുതേണ്ട ആവശ്യമുണ്ടോ, എന്താ, പെൻ ഫ്രീ ആയിട്ട് തന്നെ ചെയ്യണം. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് ആ ഒരു കൺസെപ്റ്റ് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഉറപ്പ് തരാം, നിങ്ങൾ ആദ്യത്തെ ആ ഒരു ക്ലാസ്സും കൂടെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ പെർസെൻറ്റേജിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവും, സെറ്റാവും. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചെയ്ത് തുടങ്ങാൻ പറ്റും. യെസ്, അടുത്ത ക്വസ്റ്റ്യൻ. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതിന് കുറച്ച് അടിപൊളിയായിട്ടുള്ളൊരു മെത്തേഡ് ആവശ്യമുണ്ട്. ഇപ്പം നമ്മളുടെ ആപ്ലിക്കേഷൻ്റെ ഡെമോ ക്ലാസ്സിൽ ചെയ്ത ഒരു ക്വസ്റ്റ്യൻ ആണ്. പോപ്പുലേഷൻ ഓഫ് ടൗൺ എത്രയാണ്, 10,000 ആണ്. മെയിൽ പോപ്പുലേഷൻ ഇൻക്രീസ് ബൈ 5%, ഫീമെയിൽ പോപ്പുലേഷൻ ഇൻക്രീസ് ബൈ 10%. പോപ്പുലേഷൻ എത്രയായി, 10,800 ആയി. ഹൗ മച്ച് ഓഫ് ദ ടൗൺസ് പ്രസന്റ് പോപ്പുലേഷൻ ഈസ് ഫീമെയിൽ. ഇപ്പോൾ ഉള്ള ഈ 10,000 പേരിൽ എത്ര പേരാണ് ഫീമെയിൽ ആയിട്ടുള്ളവർ ഉള്ളത്. ഇവിടെ ചെയ്യാനുള്ള ഏറ്റവും എളുപ്പ വഴി, ഇവിടെ ഞാൻ ബെസ്റ്റ് മെത്തേഡേ പറയുന്നുള്ളൂ, ചുമ്മാ ഇത് പറയുന്നില്ല, അതിൻ്റെ ആവശ്യമില്ല. 10,000 പേരുണ്ടായിരുന്നു, അപ്പോൾ മെയിൽ പോപ്പുലേഷനും 5% കൂടി, ഫീമെയിൽ പോപ്പുലേഷനും 5% കൂടി എന്ന് വെച്ചോ. അപ്പോൾ ടോട്ടലിൻ്റെ 5% മെയിലും കൂടി 5% ആണ് ഫീമെയിൽ കൂടിയത്. ഓൾറെഡി എത്ര ഉണ്ട്, 10 ഉണ്ട്. നമ്മൾ ഈ 10നെ 5+5 എന്ന് ആക്കുവാണ്. അങ്ങനെ കൂടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ 5% കോമൺ എടുത്തിട്ട് 5% ഓഫ് മെയിൽ പ്ലസ് ഫീമെയിൽ ആണ് കൂടിയെന്ന് പറയാം. മെയിൽ പ്ലസ് ഫീമെയിലിൻ്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് എത്ര, 10,000. അപ്പോൾ 5% ഓഫ് 10,000 എത്രയാണ്, 10% ഓഫ് 10,000 1000 ആണ്. അതിൻ്റെ പകുതി എത്രയാണ്, 500. അപ്പോൾ 500 ആയിരുന്നു എന്ത് ചെയ്യേണ്ടത്, കൂടേണ്ടത്. എപ്പോൾ, രണ്ടുപേരും മെയിലും ഫീമെയിലും 5% വെച്ചായിരുന്നു കൂടിയിരുന്ന് എന്നുണ്ടെങ്കിൽ. പക്ഷേ നമുക്ക് എത്ര കൂടി കിട്ടിയത്, 10,000 എന്നുള്ളത് 10,800 ആയി. അപ്പോൾ അതായത് എത്ര കൂടിയത്, 800 ആണ് കൂടിയത്. ഓക്കെ, അപ്പോൾ ഇവിടെ 500 കൂടിയേനെ എപ്പോൾ, രണ്ടും 5% വെച്ച് കൂടിയിരുന്നു എന്നുണ്ടെങ്കിൽ. പക്ഷെ എത്രയാണ് കൂടിയത്, 800 ആണ് കൂടിയത്. എക്സ്ട്രാ എത്ര കൂടിയത്, 300 കൂടി. എന്തുകൊണ്ടാണ് ഈ എക്സ്ട്രാ 300 കൂടിയാൻ കാരണം, നമ്മൾ ഇവിടെ ഫീമെയിലിൻ്റെ 5% എന്ത് ചെയ്തിട്ടില്ല, എടുത്തിട്ടില്ല. അപ്പം അതുകൊണ്ടാണ് ഫീമെയിലിന് 5% കൂടെ എടുത്തിരുന്നെങ്കിൽ എത്രയും കൂടെ കൂടിയേനെ, 300 കൂടെ കൂടിയേനെ. അപ്പം നമുക്ക് എന്ത് പറയാം, 5% ഓഫ് ഫീമെയിലാണ് നമ്മളുടെ എത്ര എന്ന് പറയുന്നത്, 300 എന്ന് പറയുന്നത്. ചോദിച്ചേക്കുന്നത് എന്താ, ഹൗ മച്ച് ഓഫ് ദ ടൗൺസ് പ്രസന്റ് പോപ്പുലേഷൻ ഈസ് ഫീമെയിൽ. അപ്പോൾ ഫീമെയിലിൻ്റെ 5% ആണ് 300, എന്നാൽ ഫീമെയിലിൻ്റെ 100% ചോദിച്ചിട്ടുണ്ട്. ഫീമെയിൽ എന്ന് പറഞ്ഞാൽ ഫീമെയിലിൻ്റെ എത്ര ശതമാനമാണ്, 100%. ഇവിടുത്തെ ബേസ് എന്ന് പറഞ്ഞാൽ ആരാണ്, ഫീമെയിലാണ്. ഇതൊന്നും എഴുതേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി എഴുതിയാണ്. അപ്പോൾ 5ഉം ഇതിവിടെ 6, 60, 2 0, 6000 ഫീമെയിലാണ് അവിടെ ഉണ്ടായിരുന്നത്. മെയിൽ എത്ര കിട്ടും, 10,000 നിന്ന് എന്ത് കുറച്ചാൽ മതി, 6000 കുറച്ച് 4000 ആണ് എന്തെന്ന് പറയുന്നത് മെയിലിൻ്റെ എണ്ണം. ഈ ഒരു മെത്തേഡ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെത്തേഡാണ്. ഈ ക്വസ്റ്റിൻ്റെ ബെസ്റ്റ് മെത്തേഡ് എന്ത് തന്നെയാണ്, ഈ ഒരു മെത്തേഡാണ്. യെസ്, അടുത്ത ഒരു ക്വസ്റ്റിനോടെ ഉള്ളൂ. പ്രൈസ് ഓഫ് മൊബൈൽ ഫസ്റ്റ് ഡിക്രീസ് ബൈ 20%, ദെൻ ഇൻക്രീസ് ബൈ 10%, നെറ്റ് ചേഞ്ച് ഇൻ പ്രൈസ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ 100 വെച്ച് ചെയ്യാം. 100 വെച്ച് ചെയ്യണോ, സക്സീവ് ചെയ്യാം. ഫസ്റ്റ് 20% കുറഞ്ഞു, 10% കൂടി. അപ്പോൾ -20 + 10, അതായത് -10. ഇനി -20 × 10/100. ഈ -1 എവിടുന്നാ, ഇവിടുത്തെ 20ൻ്റെ. -20 × 10/100, 200/100 2ആണ്. -10 -2 -12, അതായത് 12% എന്ത് ചെയ്യും, അത് ടോട്ടൽ പ്രൈസ് കുറയും. ഇനി 100 വെച്ച് ചെയ്തേ പറ്റും എന്നുള്ളവർ എന്ത് ചെയ്യും, 100 ഉള്ളത് 20 കുറഞ്ഞ് എത്രയായി, 80 20%, 80 പിന്നെ 10% കൂടി 88. അതായത് 100 എന്ന് പറഞ്ഞാൽ 88, എത്ര ശതമാനം കുറഞ്ഞു, 12% കുറഞ്ഞു. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല, നമുക്ക് എന്ത് ചെയ്യാം, സക്സസീവ് മെത്തേഡ് സെറ്റ് ആക്കാം. ഓക്കെ, അപ്പോൾ സക്സസീവ് മെത്തേഡ് നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, യെസ്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ കമൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾക്ക് ഈ ക്ലാസ്സിനെ പറ്റിയുള്ള ഫീഡ്ബാക്ക്. അപ്പോൾ അതനുസരിച്ചായിരിക്കും അടുത്ത ക്ലാസ് എന്ത് ചെയ്യണം എന്ന് വിചാരിക്കുന്നത്. അപ്പം ഞാൻ സ്പീഡിലുള്ള മെത്തേഡ് മാത്രം പറഞ്ഞു പോയാൽ കുറേ പേർക്ക് എന്ത് ചെയ്യത്തില്ല, മനസ്സിലാവത്തില്ല. എന്നാൽ ബേസിക് ആയിട്ടുള്ള കാര്യം മാത്രം പറഞ്ഞു പോയാൽ നിങ്ങൾക്ക് അത് എക്സാമിന് യൂസ്ഫുള്ളും ആവത്തില്ല. അതുകൊണ്ട് എല്ലാ തരത്തിലുള്ള സ്റ്റുഡൻസ്, നിങ്ങൾ പല ലെവലിൽ നിൽക്കുന്നവരായിരിക്കും. അതുകൊണ്ടാണ് എന്ത് ചെയ്തത്, ഇങ്ങനെ ചെയ്തത്. നിങ്ങൾ മസ്റ്റായിട്ടും ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ വീണ്ടും ഒന്ന് ചെയ്ത് നോക്കുക. നമ്മളുടെ ബെസ്റ്റ് മെത്തേഡിൽ ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക. ഈ കൂപ്പൺ കോഡിൻ്റെ കാര്യം പറഞ്ഞു. യെസ്, അപ്പോൾ ഈ ക്ലാസ് മസ്റ്റായിട്ട് ഒന്ന് കാണാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത ചാപ്റ്റർ റേഷ്യോ പ്രൊപ്പോർഷൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയിട്ട് വരാം.
ഇങ്ങനെ ഉള്ള സെഷൻസ് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് കമൻറ്റ് ചെയ്ത് പറയാവുന്നതാണ്. അപ്പോൾ ദയവായിട്ട് നിങ്ങൾ നിങ്ങളുടെ പഠിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ കമൻ്റ് ആയിട്ട് പറയുക, മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം, അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നന്നായിട്ട് പരീക്ഷ എഴുതാൻ പറ്റട്ടെ, നന്നായിട്ട് പഠിക്കുക. ഓക്കെ, എല്ലാ സപ്പോർട്ടിനും ദിശ അക്കാഡമിയുടെ ചാനലിൽ നിങ്ങൾക്ക് ക്ലാസ്സുകളുണ്ട്. നിങ്ങൾക്ക് സപ്പോർട്ടിന് വേണ്ടി നമ്പേഴ്സിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്.